ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വാണ്ടം മെക്കാനിക്കൽ സ്കാറ്ററിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് നമ്മൾ സ്കാറ്ററിംഗ് തിയറിയുടെ ബേസിക് ഐഡിയ എന്താണെന്ന് നോക്കും, എന്തിനെയാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞ് സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ്, സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ, പാർഷ്യൽ വേവ് അനാലിസിസ്. ഓക്കെ, സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വാണ്ടം മെക്കാനിക്കൽ സ്കാറ്ററിംഗ് എന്നുള്ള ഫോർമുലേസിൻ്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് പാർഷ്യൽ വേവ് അനാലിസിസ്. അപ്പോൾ നമ്മുടെ സിലബസിൽ റെലവൻ്റ് ആയിട്ടുള്ള വരുന്ന ഒരു മെത്തേഡ് പാർഷ്യൽ വേവ് അനാലിസിസ് ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ബാക്കി ടോപ്പിക്സാണ് സ്കാറ്ററിങ്ങും ഫേസ് ഷിഫ്റ്റ്സും തമ്മിലുള്ള ബന്ധം, അതുപോലെ ഒപ്റ്റിക്കൽ തിയറം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു തിയറം, അതുപോലെ തന്നെ സ്കാറ്ററിംഗ് ലെങ്ത് എന്നുള്ളൊരു ബേസിക് കോൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുക. സാധാരണ ഒരു സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ബീം ഓഫ് പാർട്ടിക്കിൾസ്. ബേസിക്കലി ഇറ്റ്സ് എ ബീം ഓഫ് പാർട്ടിക്കിൾസ് വിച്ച് ഫോൾസ് ഓൺ എ ടാർഗറ്റ്. ബീം ഓഫ് പാർട്ടിക്കിൾസ് ഫോൾസ് ഓൺ എ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സാധാരണ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള കേസ് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് ഒരേ എനർജിയുള്ള ഒരേ തരത്തിലുള്ള പാർട്ടിക്കിൾസ്, ഓക്കെ, ഹോമോജീനിയസ് ആൻഡ് മോണോ എനർജിക് പാർട്ടിക്കിൾസ് വിച്ച് ഫോൾ ഓൺ ദ ടാർഗറ്റ്. റൈറ്റ്, സോ ഈ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ലെറ്റ്സ് സേ സ്കാറ്ററിംഗ് സെൻറ്റേഴ്സ്. ഓക്കെ, ഉദാഹരണത്തിന് ഒരു ഗോൾഡ് ഫോയിൽ ആവാം. റൈറ്റ്, അപ്പോൾ ഇൻകമിങ് പാർട്ടിക്കിൾസ് ഈ ഗോൾഡ് ഫോയിലിലെ ആറ്റംസ് അല്ലെങ്കിൽ അതിന് ന്യൂക്ലിയസ് ഇതിൽ നിന്നാണ് സ്കാറ്റർ ചെയ്ത് പോവുക. റൈറ്റ്, അപ്പോൾ ഇതിലുള്ള ഈ പാർട്ടിക്കിൾസിന് ദിസ് ആക്ട്സ് ലൈക്ക് സ്കാറ്ററിംഗ് സെൻറ്റർ. ഇപ്പോൾ ടാർഗറ്റ് ഉണ്ട്, ടാർഗറ്റിൽ സ്കാറ്ററിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ഈ സ്കാറ്ററിംഗ് സെൻറ്റേഴ്സിൽ നിന്നാണ് ഇത് സ്കാറ്റർ ചെയ്ത് പോകുന്നത്. ഓക്കെ, റൈറ്റ്. So the particles that are scattered by the target in all directions. നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാവും, the particles will be scattered in all directions. Alright, ഇനി ഇത് നമ്മൾ എക്സ്പെരിമെൻ്റലായിട്ട് പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നു, we will use some sort of particle detectors, alright, or receiver of particle detectors. Alright, particle detectors നമ്മൾ വെച്ചിട്ടുണ്ടാവും. ഈ particle detectorsൽ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ എത്രത്തോളം പാർട്ടിക്കിൾസ് വരുന്നു, അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ എത്ര ഫ്രാക്ഷൻ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് സ്കാറ്റേഡ് ആകുന്നു. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ സ്കാറ്ററിംഗ് തിയറി അല്ലെങ്കിൽ സ്കാറ്ററിംഗ് തിയറി ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ യൂഷ്വലി നമ്മളൊരു എക്സ്പെരിമെൻ്റ് നടത്തുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പാർട്ടിക്കിൾ ഡിറ്റക്ടർ. ഓക്കെ, പാർട്ടിക്കിൾ ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഈ സ്കാറ്ററിംഗ് സെൻറ്ററിൽ നിന്ന് വളരെ അകലെ ആയിരിക്കും വയ്ക്കുക. ഓക്കെ, ഇതിവിടെ സ്കാറ്ററിംഗ് സെൻറ്റർ ആണെങ്കിൽ പാർട്ടിക്കിൾ ഡിറ്റക്ടർ വിൽ ബി കെപ്റ്റ് അറ്റ് വെരി ലാർജ് ഡിസ്റ്റൻസ്. ഓക്കെ, ഇതിനെ നമ്മൾ യൂഷ്വലി R ടെൻസ് ടു ഇൻഫിനിറ്റി എന്നാണ് പറയുക. അപ്പോൾ ഈ R ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഈ സ്കാറ്ററിംഗ് ടാർഗറ്റ് ഉണ്ട്, ഈ ടാർഗറ്റിൻ്റെ പൊട്ടൻഷ്യൽ, ഈ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ, ഈ പൊട്ടൻഷ്യലിൻ്റെ റേഞ്ചിൻ്റെ പുറത്തായിരിക്കണം, റേഞ്ചിൽ നിന്ന് വളരെ അകലെ ആയിരിക്കണം. ഇപ്പോൾ R0 ആണ് അതിൻ്റെ റേഞ്ച് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നമ്മൾ ഡിറ്റക്ടർ വയ്ക്കുന്നത് R ഗ്രേറ്റർ ദാൻ R0 അല്ലെങ്കിൽ R മച്ച് ഗ്രേറ്റർ ദാൻ R0 എന്നുള്ള ഡിസ്റ്റൻസിലായിരിക്കും. ഓൾറൈറ്റ്, അതായത് സ്കാറ്ററിംഗ് പൊട്ടൻഷ്യലിൻ്റെ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കഴിയുന്ന അവസ്ഥയിലാണ് നമ്മളതിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഇങ്ങനൊരു സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം ഈ രീതിയിലാണ്. വരുന്ന പാർട്ടിക്കിൾസിൻ്റെ ഡയറക്ഷൻ നമ്മൾ Z ഡയറക്ഷനായിട്ട് എടുക്കും. ടാർഗറ്റിനെ നമ്മൾ ഒറിജിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓൾറൈറ്റ്, ഇത് Z ആക്സിസ്, ഇത് ഒറിജിൻ. ഓൾറൈറ്റ്, ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടിപ്പിക്കൽ ഒരു സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻസിഡൻറ്റ് ബീമാണ്, ഒരേ മൊമെൻ്റം ഉള്ള പാർട്ടിക്കിൾസ്. ഓക്കെ, ഇൻസിഡൻറ്റ് ബീം എന്ന് പറഞ്ഞാൽ ഒരേ മൊമെൻ്റം ഉള്ള പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുന്നത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ദീസ് ആർ മൊമെൻ്റം ഐഗൺ സ്റ്റേറ്റ്സ്. ഓക്കെ, മൊമെൻ്റം ഐഗൺ സ്റ്റേറ്റ്സ്. അപ്പോൾ നിങ്ങൾക്കറിയാം മൊമെൻ്റം ഐഗൺ സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പേരാണ് പ്ലെയിൻ വേവ്സ്. ഓക്കെ, ദീസ് ആർ പ്ലെയിൻ വേവ്സ്. ഓക്കെ, അപ്പോൾ ഈ വരുന്ന ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് നമ്മൾ e⁻⁴ എന്ന രീതിയിലായിരിക്കും അതിന് കറസ്പോണ്ട് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ എഴുതുക. റൈറ്റ്, അപ്പോൾ നമുക്കറിയാം ഇതൊരു നോൺ നോർമലൈസബിൾ വേവ് ഫംഗ്ഷനാണ്. ഇത്തരം കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നോൺ നോർമലൈസബിൾ വേവ് ഫംഗ്ഷനാണ്. റൈറ്റ്, അപ്പോൾ നമ്മൾ യൂഷ്വലി ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷനായിട്ട് ഇത് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്നുള്ളതിനേക്കാളും പാർട്ടിക്കിളിൻ്റെ നമ്പർ ഡെൻസിറ്റി കണക്കാക്കാൻ ആണ് ഇത് യൂസ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് പാർട്ടിക്കിളിൻ്റെ നമ്പർ ഡെൻസിറ്റിയായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുക, പ്രത്യേകിച്ച് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ. റൈറ്റ്, ഓക്കെ, ഇനി ഇത് നമ്മുടെ ഡിറ്റക്ടർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ സബ്റ്റെൻഡ് എ സോളിഡ് ആംഗിൾ ഓൺ ദ ടാർഗറ്റ്. ഓക്കെ, നമ്മുടെ ടാർഗറ്റിൽ ഡിറ്റക്ടർ ഒരു സോളിഡ് ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, അതായത് കുറേ ലൈൻസ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ഡിറ്റക്ടറിൻ്റെ ഫേസിൽ നിന്ന് കുറേ ലൈൻസ് ടാർഗറ്റിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് എ സോളിഡ് ആംഗിൾ. ഓൾറൈറ്റ്, ആ സോളിഡ് ആംഗിൾ അതിനെയാണ് നമ്മൾ d⍵ എന്ന് വിളിക്കുന്നത്.
Okay, d omega എന്ന് പറയുന്നത് it's sin theta d theta d phi. Right, d omega is given by sin theta d theta d phi, and what is it? It's a solid angle subtended by the detector at the target. All right, it's a solid angle subtended by the detector at the target. Okay, all right. So അപ്പോൾ ഇതിനെ ഈ രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട് dA/r², dA/r² എന്ന രീതിയിൽ ഇത് ചെയ്യാറുണ്ട്. റൈറ്റ്, സോ ദിസ് ഇസ് ആക്ച്വലി dA/r², d omega is equal to dA divided by r². അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഈ ഒമേഗ ഓഫ് തീറ്റ കൊമ ഫൈ, ഒമേഗ എന്ന് പറയുന്നത് അതിൻ്റെ തീറ്റ കൊമ ഫൈ, തീറ്റയും ഫൈയും സ്പെസിഫൈ ചെയ്താലാണ് നമുക്ക് ഒമേഗ കിട്ടുക. സോ ഒമേഗ ആക്ച്വലി ഗീവ്സ് യു ദ ആംഗുലർ പൊസിഷൻ ഓഫ് ദ ഡിറ്റക്ടർ. റൈറ്റ്, ഈ ടാർഗറ്റിനെ അപേക്ഷിച്ചുള്ള ഡിറ്റക്ടറിൻ്റെ ആംഗുലർ പൊസിഷനാണ് ഒമേഗ ഡിറ്റർമിൻ ചെയ്യുന്നത്. Alright, ഇനി dn എന്ന് പറയുന്നത് ലെറ്റ് ദിസ് ബി ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് റിസീവ്ഡ് ബൈ ദ ഡിറ്റക്ടർ പെർ യൂണിറ്റ് ടൈം. ഓക്കെ, നമുക്ക് ഡിറ്റക്ടർ ഉണ്ട്, ഡിറ്റക്ടറിൽ ഒരു സെക്കൻഡിൽ എത്ര പാർട്ടിക്കിൾസ് കിട്ടുന്നു, ഒരു യൂണിറ്റ് ടൈമിൽ എത്ര പാർട്ടിക്കിൾസ് റിസീവ് ചെയ്യുന്നു എന്നുള്ളതിനാണ് dn എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ റെലവൻ്റ് ആയിട്ടുള്ള ബാക്കി ക്വാണ്ടിറ്റീസും കൂടെ നോക്കാം. മറ്റൊന്ന് J0 എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ഫ്ലക്സ്. ഓക്കെ, ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ ഫ്ലക്സ് ആണ്. ഇവിടെ ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഇറ്റ്സ് എ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. നമുക്കിപ്പോൾ പാർട്ടിക്കിൾസ് ഇങ്ങനെ വരുന്നുണ്ട്, യു ഹാവ് ഗോട്ട് സം, യു ക്യാൻ ഇമാജിൻ സം ഏരിയ. ഓൾറൈറ്റ്, സോ ഇറ്റ്സ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ക്രോസിംഗ് എ യൂണിറ്റ് ഏരിയ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ ബീം. ഓക്കെ, ഈ ബീമിൻ്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആ യൂണിറ്റ് ഏരിയ ക്രോസ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഒരു സെക്കൻഡിൽ ഒരു യൂണിറ്റ് ഏരിയ ക്രോസ് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഒക്കെ ചുരുക്കി പറഞ്ഞാൽ ഇൻകമ്മിങ് പാർട്ടിക്കിൾസ്, എത്രത്തോളം പാർട്ടിക്കിൾസ് ഏത് റേറ്റിൽ വരുന്നു എന്നുള്ളതിനെ ക്വാണ്ടിഫൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് ഈ ഇൻസിഡൻറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, n is the number of scattering centers in the ടാർഗറ്റ്. ഓക്കെ, ടാർഗറ്റിലുള്ള സ്കാറ്ററിങ് സെൻറ്റേഴ്സ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഗോൾഡ് ന്യൂക്ലിയസ് അല്ല ഗോൾഡ് ഫോയിലാണ് എടുക്കുന്നതെങ്കിൽ ഗോൾഡ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആയിരിക്കും സ്കാറ്ററിങ് സെൻറ്ററായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, വരുന്ന എല്ലാ പാർട്ടിക്കിൾസും സ്കാറ്റേഡ് ആവില്ല. സ്കാറ്ററിങ് സെൻറ്ററിൻ്റെ അടുത്ത് വരുന്ന പാർട്ടിക്കിൾസാണ് പൊതുവെ സ്കാറ്റേഡ് ആകും. കുറേ പാർട്ടിക്കിൾസ് അൺസ്കാറ്റേഡ് ആയിട്ടും കടന്നു പോകുന്നുണ്ടാവും. ഓൾറൈറ്റ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, ഇതൊക്കെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത ക്വാണ്ടിറ്റി എങ്കിൽ നമുക്ക് എഴുതാം dn എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ നമ്പർ ഓഫ് സ്കാറ്റേഡ് പാർട്ടിക്കിൾസ് പെർ സെക്കൻഡ്. ഓക്കെ, പെർ യൂണിറ്റ് ടൈം. നമ്മുടെ ഡിറ്റക്ടറിൽ കിട്ടുന്ന നമ്പർ ഓഫ് സ്കാറ്റേഡ് പാർട്ടിക്കിൾസ് ഒരു യൂണിറ്റ് ടൈമിൽ, ഒരു സെക്കൻഡിൽ കിട്ടുന്ന സ്കാറ്റേഡ് പാർട്ടിക്കിൾസ് ആണ് dn. ഓക്കെ, അപ്പോൾ dn എന്നുള്ളത് ഏതൊക്കെ ക്വാണ്ടിറ്റീസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? തീർച്ചയായിട്ടും എത്ര സ്കാറ്ററിംഗ് സെൻറ്റർ ഉണ്ടെന്നുള്ളതിന് അനുസരിച്ചിരിക്കും. കാരണം സ്കാറ്ററിംഗ് സെൻറ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്തോറും കൂടുതൽ പാർട്ടിക്കിൾസ് സ്കാറ്റേഡ് ആവും. ഓക്കെ, അങ്ങനെയാണ് കൂടുതൽ പാർട്ടിക്കിൾസ് നമ്മൾ ഡിറ്റക്ട് ചെയ്യും. സോ ക്ലിയർലി dn മസ്റ്റ് ബി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് സ്കാറ്ററിംഗ് സെൻറ്റേഴ്സ്. ഇനി സ്കാറ്ററിംഗ് സെൻറ്റേഴ്സിൻ്റെ എണ്ണം കുറവാണെങ്കിൽ most of the particles may go unscattered. Alright, so clearly dn has to be proportional to n. Alright, in dn എന്നുള്ളത് it must be proportional to the incident flux also. Incident എത്ര പാർട്ടിക്കിൾസ് ആദ്യം വരുന്നു ഒരു സെക്കൻഡ്, കാരണം നമ്മൾ we are talking about the number of particles received per second. അപ്പോൾ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് എത്രത്തോളം വരുന്നു, ഒരു സെക്കൻഡിൽ എത്രത്തോളം അവിടെ എത്തുന്നു എന്നുള്ള ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യും. ഓൾറൈറ്റ്, സോ ഇറ്റ്സ് ഓൾസോ പ്രൊപ്പോർഷണൽ ടു ദ മോഡുലസ് ഓഫ് J0 വെക്റ്റർ. കാരണം J0 നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് യൂഷ്വലി റിട്ടൺ ആസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. Alright, so clearly this dn has to be proportional to the modulus of J0 vector also. Okay, ഇനി നമ്മുടെ ഇത് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ, നമ്മുടെ ഡിറ്റക്ടർ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ കുറവാണെങ്കിൽ കുറവ് പാർട്ടിക്കിൾസ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുള്ളൂ. വലിയ ആംഗിൾ ആണെങ്കിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഡിറ്റക്ട് ചെയ്യും. റൈറ്റ്, ബിക്കോസ് ഇറ്റ് വിൽ കവർ മോർ റീജിയൻ. റൈറ്റ്, സോ ക്ലിയർലി ദിസ് dn ഹാസ് ടു ബി പ്രൊപ്പോർഷണൽ ടു d omega ഓൾസോ. ഇപ്പോൾ dn എന്ന് പറയുന്നത് ഈ മൂന്ന് ക്വാണ്ടിറ്റീസിന് പ്രൊപ്പോർഷണൽ ആയിട്ട് നമുക്ക് എഴുതാം. റൈറ്റ്, അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിലേക്ക് നമുക്ക് ഇപ്പോൾ തന്നെ വരാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം, ഈ ഒരു ആർഗ്യുമെൻ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. സോ വി ക്യാൻ സേ ദാറ്റ് dn is equal to sigma of omega n J0 d omega. Alright, അപ്പോൾ ഇത് നമ്മൾ കണ്ടു, ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു n, ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു J0, ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു d omega. അപ്പോൾ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടറിനെ സിഗ്മ ഓഫ് ഒമേഗ എന്ന് എഴുതാം. Alright, we'll write the proportionality factor as sigma of omega. So you can write dn is equal to sigma of omega n modulus of J0 and then d omega. ഈ പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടറിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ദിസ് ഇസ് ദ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ.
Alright, ഈ പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടറിനാണ് ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞു ചോദിക്കുകയാണെങ്കിൽ യു വിൽ സീ ദാറ്റ് ദിസ് ഹാസ് ദ ഡയമെൻഷൻസ് ഓഫ് ഏരിയ. ഇതിന് ഏരിയയുടെ ഡയമെൻഷൻസ് ആണ് ഉള്ളതെന്ന് കാണാൻ ബുദ്ധിമുട്ടില്ല. ഓൾറൈറ്റ്, ഡി എൻ എന്ന് പറയുന്നത് ഇസ് എ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് റിസീവ്ഡ് പെർ സെക്കൻഡ്, ഓക്കെ, ഇൻ എ യൂണിറ്റ് ടൈം, പെർ യൂണിറ്റ് ടൈം. ഓൾറൈറ്റ്, എൻ ഈസ് ദ നമ്പർ ഓഫ് സ്കാറ്ററിംഗ് സെൻറ്റേഴ്സ്. J0, ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇതെല്ലാം ഡയമെൻഷൻലെസ് ആണ്. ദിസ് ഇസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെക്കൻഡ്. സോ let's write it simply. In the dimensions മാത്രം എഴുതുകയാണെങ്കിൽ it's a number divided by time. Okay, in the dimensions of 1 by time ആണ്. Sigma of omega dimensions ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n എന്ന് പറയുന്നത് it's a number of scattering centers, alright, so it's dimensionless. J0 is the number of particles which is dimensionless divided by per unit area per unit time. അവിടെ ഞാൻ വളരെ റഫായിട്ടാണ് ഇത് എഴുതുന്നത്. അതിൻ്റെ കറക്റ്റ് ഡയമെൻഷണൽ ഫോർമുല നമ്മൾ L²T എന്നൊക്കെയാണ് എഴുതുന്നത്. ബട്ട് ലെറ്റ്സ് ജസ്റ്റ് try to understand this here. D omega is again dimensionless. Okay, D omega is again dimensionless. So you see that sigma of omega has the dimensions of area. Okay, it is easily seen that sigma of omega has the dimensions of area. Alright. ഇനി ഈ പറഞ്ഞ അനാലിസിസ് ശരിയാണെങ്കിൽ ചില കണ്ടീഷൻസും കൂടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടേണ്ടതുണ്ട്. സോ ദിസ് ഇസ് കൈൻഡ് ഓഫ് എ സിംപ്ലിഫൈഡ് സിറ്റുവേഷൻ. റൈറ്റ്, സിംപ്ലിഫൈഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ഈ ഒരു ഫോർമുല ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ആ കണ്ടീഷൻസാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കണ്ടീഷൻ ഇതാണ്: ദ ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇൻസിഡൻറ്റ് ബീം ഇസ് ലോ ഇനഫ്. ഓക്കെ, അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ദി ഇൻസിഡൻറ്റ് ബീം ഇസ് ലോ ഇനഫ്. അതായത് നമ്മൾ ഇൻസിഡൻറ്റ് ബീമിൽ അനേകം പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, ഓക്കെ, അതിൻ്റെ പാർട്ടിക്കിളിൻ്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ, റൈറ്റ്, ഈ പാർട്ടിക്കിൾസ് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. ദർ ഇസ് എ പ്രോബിലിറ്റി ഓഫ് മ്യൂച്വൽ ഇൻറ്ററാക്ഷൻ. ഓക്കെ, ദേ മേ ഗെറ്റ് സ്കാറ്റേഡ് ഓഫ് ഈച്ച് അതർ. If you are looking at a beam of electrons and if the intensity is high, right, intensity quantifies the number of particles actually. So if the intensity is high, then that means that these particles may interact off each other. So we have to keep the intensity low. Alright, അതുപോലെ വേറൊരു കാര്യമാണ്, we have to keep the momentum high. We have to keep the momentum of the incident particles high. എന്തുകൊണ്ടാണ് momentum high ആവണമെന്ന് പറയുന്നത്? കാരണം momentum high ആകുമ്പോൾ what happens to the de Broglie wavelength? മൊമെൻറ്റം ഹൈ ആകുമ്പോൾ de Broglie വേവ് കുറയും. റൈറ്റ്, അപ്പോൾ ഹൈ മൊമെൻറ്റം ആണെങ്കിൽ ചെറിയ de Broglie വേവ് ലെങ്ത് ആണ്. ഈ ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന വേവ് പാക്കറ്റ്സ് ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ വിൽ ഹാവ് ഫിനോമിന ലൈക്ക് ഇൻ്റർഫറൻസ്, യൂഷ്വൽ ടിപ്പിക്കൽ ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിന കോൾഡ് ഇൻ്റർഫറൻസ് എറ്റ്സെട്ര. ദാറ്റ് വിൽ മേക്ക് തിങ്സ് rather complicated. Alright, so we don't want the particles to sort of interfere quantum mechanically, which means that we don't want any overlap of wave functions, alright, or wave packets. Okay, അപ്പോൾ ഈ വേവ് പാക്കറ്റിൻ്റെ ഓവർലാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് we keep the momentum high so that the de Broglie wavelength is small and there is no overlap of the waves. Alright, or we don't like phenomena like interference etc. Alright, ഇതാണ് ഇതിൻ്റെ ഐഡിയൽ കണ്ടീഷൻ. പക്ഷേ ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി പറഞ്ഞ ടിപ്പ് നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഡെൻസിറ്റി ഓർ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ഇൻറ്റൻസിറ്റി പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ഇറ്റ്സ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ഇപ്പോൾ യൂണിറ്റ് വോളിയത്തിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടിയാണ് സ്വാഭാവികമായിട്ട് തമ്മിൽ അവ തമ്മിൽ തന്നെ സ്കാറ്റർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇൻറ്റൻസിറ്റി കുറച്ച് നിർത്തുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇൻറ്റൻസിറ്റി കുറച്ച് നിർത്തുമ്പോൾ നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വി ആർ ഡീലിംഗ് വിത്ത് എ ലോവർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓൾറൈറ്റ്, അപ്പോൾ ലോവർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമ്മൾ ഉപയോഗിച്ച് എക്സ്പെരിമെൻറ്റ്സ് നടത്തുമ്പോഴുള്ള പ്രശ്നം, നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കറിയാം, നമ്മളിതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോബബിലിറ്റീസിൻ്റെ ടേംസിലാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് വർക്ക് ചെയ്യണമെങ്കിൽ വി നീഡ് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. റൈറ്റ്, നമുക്കറിയാം വി ആർ ടോക്കിംഗ് അബൌട്ട് ലാർജ് നമ്പേഴ്സ്. ഓക്കെ, ഒരു ടോസ് ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി 50% പറഞ്ഞാൽ 10 എണ്ണം ടോസ് ചെയ്താൽ 5 കിട്ടണമെന്നില്ല. റൈറ്റ്, ബട്ട് ഇഫ് യു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ട്രയൽസ്, റൈറ്റ്, ഇഫ് യു ഇൻക്രീസ് ദ നമ്പർ ഓഫ് if you increase the number of events, alright, only then the rules of probability will correspond to the actual measured numbers. Alright, ഈ probability എന്ന് പറഞ്ഞാൽ actual measured numbers ആയിട്ട് കറസ്പോണ്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ഇവൻറ്റ്സ് വളരെ കൂടുതലായിരിക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ നല്ല സ്റ്റാറ്റിസ്റ്റിക്സ് വേണമെങ്കിൽ വി നീഡ് എ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. പക്ഷേ നമുക്ക് തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യണമെങ്കിൽ വി നീഡ് എ ലോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓൾറൈറ്റ്, സോ വി ഹാവ് ടു ഹിറ്റ് അറ്റ് ആൻ ഓപ്റ്റിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓൾറൈറ്റ്, സോ വി ഹാവ് ടു ഫൈൻഡ് എ ബാലൻസ് ദർ. വി ഹാവ് ടു ടേക്ക് ആൻ ഓപ്റ്റിമം നമ്പർ ഓഫ് particles. Okay, the number of particles should not be so high or the intensity should not be so high so as to cause any interaction. Okay, and the intensity should not be too low. Right, if it is too low we cannot use the methods of statistics reliably. Alright, so it has to be optimum.
അതുപോലെ മൊമെൻറ്റം കൂടണമെന്ന് പറഞ്ഞു. മൊമെൻറ്റം കൂടുമ്പോഴൊരു ചെറിയ പ്രശ്നമുണ്ട്. മൊമെൻറ്റം കൂടുമ്പോൾ അതിൻ്റെ യൂഷ്വലി എനർജി കൂടുതലാണ്. എനർജി കൂടുമ്പോൾ നമുക്ക് പാർട്ടിക്കിൾ പ്രൊഡക്ഷൻ, പാർട്ടിക്കിൾ ആൻറ്റി പാർട്ടിക്കിൾ പ്രൊഡക്ഷൻ എന്നിങ്ങനെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇഫ് ദ പാർട്ടിക്കിൾസ് ആർ ഹൈ എനർജി മേ ഗെറ്റ് കൺവേർട്ടഡ് ടു സം അതർ പാർട്ടിക്കിൾസ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. റൈറ്റ്, അപ്പോൾ മൊമെൻറ്റം കൂടുതൽ വേണം, പക്ഷേ ഒരുപാട് കൂടുതലാകാൻ പാടില്ല. So we have to find a balance there, right? So we can say that there are optimum values of J0 and P for a given setup. Okay, so we have to close in on an optimum value of the incident flux and the momentum of the incident particles. Right, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്രെയിംവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ സിമ്പിളായിട്ട് എഴുതാൻ കഴിയും. Right, because the particles are not interacting among themselves, there is no interference of any sort, etc. Alright, അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് dn proportional to n, dn proportional to J0, dn proportional to d omega എന്ന് എഴുതാൻ കഴിയുന്നത്. Alright, അവ തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിലോ ഏതെങ്കിലും രീതിയിൽ ഡിപ്പെൻഡൻ്റ് ആണെങ്കിലോ the equations won't be so simple. Okay, alright. ഓക്കെ, ഇപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി ഫാക്ടറിൻ്റെ കാര്യം പറഞ്ഞു. ഇറ്റ് ഹാസ് ഡയമെൻഷൻസ് ഓഫ് ആൻ ഏരിയ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ യൂഷ്വലി സിഗ്മ ഓഫ് ഒമേഗ എന്നല്ല എഴുതുക, പകരം ഡി സിഗ്മ ബൈ ഡി ഒമേഗ എന്നാണ് എഴുതുക. ഈ ക്വാണ്ടിറ്റിയെ തന്നെ നമ്മൾ ഡി സിഗ്മ ബൈ ഡി ഒമേഗ എന്നാണ് എഴുതുക. എന്നിട്ട് അതിന് നമ്മൾ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള നൊട്ടേഷൻ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ സിഗ്മ എന്നുള്ളത് നമുക്ക് ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ടോട്ടൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. സോ സിഗ്മ ടോട്ടൽ യു ക്യാൻ റൈറ്റ് ആസ് integral of d sigma by d omega. Okay, so this is integral d sigma. So this is a nice notation. Okay, it makes for a simpler notation. So integral of d sigma is sigma എന്നുള്ള രീതിയിൽ notation possible ആണ്. അതുകൊണ്ട് this sigma of omega is usually denoted as d sigma by d omega and we call it the differential scattering cross section. We call it the differential scattering cross section. Alright, ഇനി ഡി സിഗ്മ ബൈ ഡി ഒമേഗയും സിഗ്മ ടോട്ടലും ഒക്കെയാണ് സ്കാറ്ററിംഗ് പ്രോബ്ലത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദ തിങ്സ് ദാറ്റ് വി ട്രൈ ടു മെഷർ ഇൻ എക്സ്പെരിമെൻറ്റ്സ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ ഈ സ്കാറ്ററിംഗ് തിയറി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. ഓൾറൈറ്റ്, സോ ദ എയിം ഓഫ് ദ സ്കാറ്ററിംഗ് തിയറി is to make use of the scattering cross section for what? To deduce information on the force or the interaction responsible for scattering. നിങ്ങൾക്കറിയാം മോഡേൺ പാർട്ടിക്കിൾ ഫിസിക്സിലൊക്കെ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഇൻട്രാക്ഷനെ കുറിച്ച് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയോൺസിൻ്റെ ഒക്കെ ഇന്നർ സ്ട്രക്ചർ, അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്, ഏത് തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് ആണുള്ളത് എന്നൊക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് ആണ്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റൽസിൽ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂസും അതിൻ്റെ തിയററ്റിക്കൽ ഡിസ്ക്രിപ്ഷനും തമ്മിൽ മാച്ച് ചെയ്യുന്നതിലൂടെ ഇതിൻ്റെ ഏത് തരത്തിലുള്ള ഫോഴ്സാണ്, ഈ ഫോഴ്സിൻ്റെ റേഞ്ച് എങ്ങനെയുള്ളതാണ് എന്നീ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. റൈറ്റ്. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് മോഡേൺ പാർട്ടിക്കിൾ ഫിസിക്സിൽ നമുക്കറിയാവുന്ന സ്ട്രോങ് ഇൻട്രാക്ഷൻ ആണെങ്കിലും വീക്ക് ഇൻട്രാക്ഷൻ ആണെങ്കിലും ഇതിൻ്റെ നേച്ചറൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. റൈറ്റ്. അതുകൊണ്ട് ഈ സ്കാറ്ററിംഗ് തിയറി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റൽ എഫേർട്ടാണ് ഈ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലുള്ള എക്സ്പെരിമെൻറ്റ്സിൽ ഇത്തരം സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സിലൂടെയാണ് ഈ അണ്ടർലൈങ് ഫണ്ടമെൻ്റൽ ഫോഴ്സസിനെ കുറിച്ചും അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. ഈ ഡീറ്റെയിൽസ് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റീസ് വേണം, വേറെ സൈഡിൽ തിയററ്റിക്കലായിട്ടുള്ള അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വേണം. ഇവ തമ്മിൽ മാച്ച് ചെയ്യുന്നതിലൂടെയാണ് ഇതിലുള്ള അൺനോൺ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് ആണ് എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞ ഈ രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ പോലുള്ള എക്സ്പെരിമെൻറ്റ്സിൽ ഇപ്പോഴും ഹൈ എനർജി സ്കാറ്ററിങ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാത്ത വേറെന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ, നമുക്കറിയാത്ത വേറെന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഹയർ ആൻഡ് ഹയർ എനർജീസിലുള്ള സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്. അപ്പോൾ അത്തരം സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നോൺ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചുള്ള സ്കാറ്ററിംഗ് എക്സ്പെരിമെൻ്റ് ആണ്. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിലേക്ക് വരുമ്പോൾ ഈ സ്കാറ്ററിംഗ് തിയറിയുടെ തന്നെ റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള ഫോർമുലേഷനാണ് നമ്മൾ ഉപയോഗിക്കുക എന്ന് മാത്രം. റൈറ്റ്. സോ ദാറ്റ്സ് വൈ ദി സ്കാറ്ററിംഗ് തിയറി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. So now how does the theory do this? Okay, തിയറി എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഫോഴ്സോ അല്ലെങ്കിൽ ഫോഴ്സിൻ്റെ നേച്ചറൊക്കെ മനസ്സിലാക്കുന്നത് ചോദിച്ചാൽ, ഇറ്റ് അച്ചീവ്സ് ദ എയിം ബൈ എസ്റ്റാബ്ലിഷിംഗ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്രോസ് സെക്ഷൻ ആൻഡ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനും വേവ് ഫംഗ്ഷനും തമ്മിലുള്ള റിലേഷൻ
കണ്ടുപിടിക്കുന്നതിലൂടെയാണ് ഇത് യൂഷ്വലി നമ്മൾ ചെയ്യുന്നത്. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. മാത്രമല്ല നമ്മുടെ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അടങ്ങിയ കാര്യമാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ അറിയുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഗിവ്സ് യു ദ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. റൈറ്റ്, അപ്പോൾ സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് സ്റ്റേറ്റ്, അതിൻ്റെ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷനുമായിട്ട് ഉള്ള റിലേഷൻ കണ്ടുപിടിക്കുന്നതിലൂടെയാണ് നമ്മൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. റൈറ്റ്, ഹൗ ഡു യു ഒബ്റ്റെയിൻ ദ വേവ് ഫംഗ്ഷൻ? നമുക്കറിയാം ഷ്രോഡിംഗർ, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റ് ഇയേഴ്സ് മുതൽ പഠിച്ചിട്ടുണ്ടാവും. അവിടെയൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഓരോ സിറ്റുവേഷന് കറസ്പോണ്ട് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എഴുതുക, അത് സോൾവ് ചെയ്യുന്നതിലൂടെ എനർജി ഐഗൺ വാല്യൂസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ വേവ് ഫംഗ്ഷൻ ഇതൊക്കെ കണ്ടുപിടിക്കുക. വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഗിവ്സ് യു ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, ആൻഡ് ദ ഷ്രോഡിംഗർ ഇക്വേഷൻ വിൽ ടെൽ യു ഹൗ ദ സ്റ്റേറ്റ് ഇവോൾവ്സ് വിത്ത് ടൈം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള കാൽക്കുലേഷൻസ് നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഗിവൺ സിറ്റുവേഷനിലുള്ള ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. Alright, the wave function is obtained by solving the Schrodinger equation. The Schrodinger equation നമ്മൾ എഴുതുമ്പോൾ നമുക്കറിയാം എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ എന്ന് എഴുതും അല്ലേ, ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ. നമ്മൾ ബ്രാക്കറ്റ് നൊട്ടേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതും. റൈറ്റ്, അപ്പോൾ ഈ എച്ച് എന്നുള്ളതിൽ ഈ ഇൻട്രാക്ഷൻ്റെ ഇൻഫർമേഷൻ ഉണ്ട്. ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് ദ ഇൻട്രാക്ഷൻ. കാരണം എച്ച് എന്ന് പറയുന്നത് വി റൈറ്റ് ആസ് p²/2m ഇൻ ഓപ്പറേറ്റർ നൊട്ടേഷൻ പ്ലസ് വി. ഓൾറൈറ്റ്, അപ്പോൾ ഈ ഇൻട്രാക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ഡീറ്റെയിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓൾറൈറ്റ്, ദാറ്റ്സ് വൈ ദ സൊല്യൂഷൻ ടു ദിസ് ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത്, ഈ ഹാമിൽട്ടോണിയൻ വെച്ചുള്ള ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടുള്ള വേവ് ഫംഗ്ഷനിൽ ഇതിൻ്റെ ഫുൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നെ ഉണ്ട്. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഈ സ്കാറ്ററിംഗ് തിയറിയിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് മാത്രമായിരിക്കും. ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഒരു സ്കാറ്ററിംഗ് ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്? ഓൾറൈറ്റ്, ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാറ്ററിങ്ങിൻ്റെ സമയത്ത് മൊമെൻറ്റം ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. ഓൾറൈറ്റ്, എനർജി ട്രാൻസ്ഫർ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയും. ഓൾറൈറ്റ്, അപ്പോൾ നമുക്ക് ചോദിക്കാം മൊമെൻറ്റം ട്രാൻസ്ഫർ ഉണ്ടായിട്ട് എങ്ങനെയാണ് എനർജി ട്രാൻസ്ഫർ ഇല്ലാതിരിക്കുന്നത്? ഓൾറൈറ്റ്, ദ ആൻസർ ഇസ് ദിസ്: the particles undergo only a change in their direction of motion. ഓക്കെ, അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷനിൽ മാറ്റം ഉണ്ടായാൽ തന്നെ മൊമെൻറ്റം മാറി, മൊമെൻറ്റം ചേഞ്ച് ചെയ്തു. Okay, but the magnitude of the momentum will be same before and after the scattering. Okay, the magnitude of momentum will be the same before and after scattering. Alright, അപ്പോൾ ഈ രീതിയിലുള്ള കേസിനാണ് നമ്മൾ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. Alright, so the magnitude of momentum doesn't change, it can only have a change in direction. Okay, അപ്പോൾ ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. Alright, so the kinetic energy and such quantities do not change under an elastic scattering. Okay. Inelastic scattering എന്ന് പറഞ്ഞതാണ് if there is an exchange of energy between the incident particles and the target, then we say that the scattering is inelastic. Right? So in the following theory or thing that we are going to discuss, we concern ourselves only with elastic scattering. നമ്മൾ ഇലാസ്റ്റിക് സ്കാറ്ററിങ്ങിനെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്, ഇനി ഒരു ചെറിയ ഡീറ്റെയിലും കൂടെ. ക്രോസ് സെക്ഷന് ഏരിയയുടെ ഡയമെൻഷൻസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. ബട്ട് വി വോണ്ട് ബി യൂസിങ് ഏരിയാസ് ലൈക്ക് മീറ്റർ സ്ക്വയർ ഓർ സംതിങ്. ഓൾറൈറ്റ്, വി ആർ ടോക്കിംഗ് അബൌട്ട് സ്കാറ്ററിങ് ഓഫ് പാർട്ടിക്കിൾസ്, സ്മോൾ പാർട്ടിക്കിൾസ്. ഓൾറൈറ്റ്, അപ്പോൾ ഈ ക്രോസ് സെക്ഷനും ഏരിയയും തമ്മിലുള്ള ബന്ധം വരാനുള്ളൊരു കാരണം ഇതാണ്. നമുക്ക് ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം: ദ ക്രോസ് സെക്ഷൻസ് ഹാവ് സംതിങ് ടു ഡു വിത്ത് ദ ഏരിയ ഓഫ് ദ ടാർഗറ്റ് as seen by the incoming particle. Alright, നമുക്കിവിടെ ഒരു ടാർഗറ്റ് ഉണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ ഈ ടാർഗറ്റിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഈ ടാർഗറ്റ് ഇൻകമ്മിങ് പാർട്ടിക്കിൾസിന് എത്രത്തോളം ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ റഫായിട്ട് പറയാം. അല്ലെങ്കിൽ നമ്മൾ ഇൻകമ്മിങ് പാർട്ടിക്കിൾസിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇൻകമ്മിങ് പാർട്ടിക്കിൾസ് എത്രത്തോളം ഏരിയ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഈ പാർട്ടിക്കിളിൻ്റെ ആക്ച്വൽ ഏരിയ ആയിരിക്കില്ല, ബിക്കോസ് ദിസ് ഏരിയ ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ പൊട്ടൻഷ്യൽ. റൈറ്റ്, ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയയുടെ പുറത്ത് വരികയാണെങ്കിൽ ഇറ്റ് വിൽ ഗോ അൺസ്കാറ്റേഡ്. ഓൾറൈറ്റ്, അതായത് നമ്മുടെ സ്കാറ്ററിംഗ് സെൻറ്റർ ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഇമാജിൻ ദി സ്കാറ്ററിംഗ് സെൻറ്റർ ഇസ് ലൈക്ക് ദിസ് ആൻഡ് ദ പാർട്ടിക്കിൾസ് കമ്മിങ് അപ് ടു എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മേ ഗെറ്റ് സ്കാറ്റേഡ്. റൈറ്റ്, ലൈക്ക് ദാറ്റ്. ഓക്കെ, പക്ഷേ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് കടന്നു കഴിഞ്ഞാൽ ദെൻ ദേ ഡോണ്ട് ഗെറ്റ് സ്കാറ്റേഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം the target what do you say projects an area towards the incident beam. അത് ഇൻസിഡൻറ്റ് ബീം കാണുന്ന ഏരിയ എത്രത്തോളമാണ്, ഏത് ഏരിയയിൽ വന്നാണ് അത് സ്കാറ്റർ ചെയ്തു പോകുന്നത്, എത്ര ഏരിയയിൽ വന്നാൽ അത് സ്കാറ്റർ ചെയ്തു പോകും. ഇതിനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷന് ഒരു ഏരിയ ഉള്ളത്. ഓൾറൈറ്റ്, ദിസ് ഏരിയ ഇസ് ക്ലിയർലി ഡിറ്റർമിൻഡ് ബൈ ദ പൊട്ടൻഷ്യൽ, the scattering potential
and some other quantum mechanical details. All right, but this is the basic idea of the scattering cross section. Right, so cross section is the area of the target as seen by the incoming particle. നമ്മളിപ്പോൾ ക്ലാസിക്കൽ ആയിട്ടുള്ള ഇത് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ക്വയർ എടുക്കുകയാണെന്ന് കരുതുക. ഓക്കെ, ഓർ യു ക്യാൻ ഇമാജിൻ എ ക്യൂബ്. ഓക്കെ, യു ക്യാൻ ഇമാജിൻ എ ക്യൂബ് വിത്ത് സൈഡ് എ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഈ ഫേസിന് നേരെയാണ് വരുന്നതെങ്കിൽ പാർട്ടിക്കിൾസ് വരുകയാണെങ്കിൽ ക്ലാസിക്കലി നമ്മൾ ഇതിൻ്റെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ വിൽ ബി സിംപ്ലി എ സ്ക്വയർ. ഓക്കെ, അതായത് എത്രത്തോളം ഏരിയയിൽ വന്നാൽ ഇത് സ്കാറ്റർ ചെയ്യപ്പെടും എന്നുള്ളതിനെയാണ് നമ്മളതിൻ്റെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. Alright, അതുപോലെ ഒരു സ്ഫിയർ ആണെങ്കിൽ, ലെറ്റ്സ് ഓൾസോ സേ ദിസ് ബിക്കോസ് വിൽ ബി സീയിങ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ് അസോസിയേറ്റഡ് വിത്ത് ദിസ്. ഒരു സ്ഫിയർ ആണെങ്കിൽ, സപ്പോസ് യു ഹാവ് ഗോട്ട് എ ഹാർഡ് സ്ഫിയർ, ഇംപെനട്രബിൾ സ്ഫിയർ ഉണ്ടെന്ന് കരുതുക. ഓൾറൈറ്റ്, ഓഫ് റേഡിയസ് എ. ഓൾറൈറ്റ്, ഒരു റേഡിയസ് എയുള്ള ഇംപെനട്രബിൾ സ്ഫിയർ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണ് ഒരു ക്ലാസിക്കൽ മെക്കാനിക്കൽ പാർട്ടിക്കിൾ അതിന് നേരെ വരികയാണെങ്കിൽ ആ പാർട്ടിക്കിൾ കാണുന്ന ഏരിയ എത്രത്തോളം ആയിരിക്കും? ഇറ്റ് വിൽ ബി ജസ്റ്റ് ദ ക്രോസ് സെക്ഷൻ ഏരിയ, പൈ എ സ്ക്വയർ അല്ലേ, സ്ഫിയറിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ. റൈറ്റ്, ഇതാണ് ഈ പാർട്ടിക്കിളിന് കാണാവുന്ന മാക്സിമം ഏരിയ എന്ന് പറയുന്നത്. ഇസ് ദിസ് കറക്റ്റ്? റൈറ്റ്, സോ if you draw a circle around this with area pi a square, the incoming particle will see, alright, the incoming particle will feel only that particular area. അപ്പോൾ ഒരു ഹാർഡ് സ്ഫിയറിൻ്റെ ക്ലാസിക്കൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് പൈ എ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, alright, this is understandable. Alright, I'll just give a surprise here. Okay, quantum mechanical, this is just a detail that you can remember. Alright, quantum mechanically ഈ ക്ലാസിക്കൽ ക്രോസ് സെക്ഷൻ്റെ 4 ടൈംസ് ആണ്, 4 മടങ്ങാണ് ഇതിൻ്റെ ഒരു ഹാർഡ് സ്ഫിയറിൻ്റെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. ഓൾറൈറ്റ്, അതായത് ഹാർഡ് സ്ഫിയറിൻ്റെ ഏരിയയെക്കാളും കൂടുതൽ ഏരിയയിൽ വരുന്ന പാർട്ടിക്കിൾസ് സ്കാറ്ററിങ്ങിന് വിധേയമാകും. ഓക്കെ, ദിസ് ഇസ് ബിക്കോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട്സ്. സോ ക്വാണ്ടം മെക്കാനിക്കൽ calculations show that the scattering cross section of a hard sphere is not pi a square as we would expect classically, but it would be 4 pi a square. ഇത് ഓർത്ത് വയ്ക്കണം, ഇത് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. ക്ലാസിക്കൽ മെക്കാനിക്കലി പൈ എ സ്ക്വയർ ആണ്, ക്വാണ്ടം മെക്കാനിക്കലി 4 pi a square ആയിരിക്കും. Alright, this is a question that can be asked. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ്സ് യൂഷ്വലി ബാൺസ് ആണ്, മീറ്റർ സ്ക്വയർ ഒന്നുമല്ല. വി എക്സ്പ്രസ് ഇറ്റ് ഇൻ ബാൺസ്. ഓക്കെ, ബാൺ എന്ന് പറയുന്നത് 1 ബാൺ എന്ന് പറയുന്നത് 10⁻⁻28 മീറ്റർ സ്ക്വയർ. ഓക്കെ, ദിസ് യു ഹാവ് ടു റിമെമ്പർ. ദ ഏരിയ, ദ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ബാൺസ് ആൻഡ് 1 ബാൺ ഇസ് ദ ഏരിയ. ഇൻ മീറ്റർ സ്ക്വയറിലേക്ക് എത്തിക്കുമ്പോൾ അത് 10⁻28 മീറ്റർ സ്ക്വയർ ആണ്. ഇറ്റ്സ് എ സ്മോൾ ഏരിയ. ഓക്കെ, ഓൾറൈറ്റ്, we'll be seeing this again. Alright, this hard sphere scattering will be seeing again. We'll see only the result, but I just want you to remember this. Okay, alright. ഇനി സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള കോൺസെപ്റ്റാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നമുക്ക് ചെയ്യേണ്ടത് ഷ്രോഡിംഗർ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ 2 പാർട്ടിക്കിൾ, ഓക്കെ, ഇനീഷ്യൽ ബീമിലുള്ള ഒരു പാർട്ടിക്കിൾ ഉണ്ട്, നമ്മുടെ സ്കാറ്ററിംഗ് സെൻറ്റർ ഉണ്ട്. ഒരു സ്കാറ്ററിംഗ് സെൻറ്റർ ആണെന്ന് ഇമാജിൻ ചെയ്യുക. സോ ദിസ് ഇസ് എ 2 ബോഡി പ്രോബ്ലം. ഓക്കെ, നമുക്കറിയാം ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് തന്നെ അറിയാം 2 ബോഡി പ്രോബ്ലത്തിന് യൂഷ്വലി നമ്മൾ 1 ബോഡി പ്രോബ്ലമായിട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള ടെക്നിക്ക് നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 ബോഡി പ്രോബ്ലമായിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ അൺകപ്പിൾഡ് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് കിട്ടും. ഓക്കെ, 1 ഇക്വേഷൻ കറസ്പോണ്ട് ടു സെൻറ്റർ ഓഫ് മാസിൻ്റെ എവല്യൂഷനെ സൂചിപ്പിക്കുന്ന ഒരു ഷ്രോഡിംഗർ ഇക്വേഷൻ ഉണ്ടാവും. ബട്ട് വി ആർ നോട്ട് ബോതേഡ് അബൌട്ട് ദാറ്റ്. ഓക്കെ, സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ മൂവ് ചെയ്യുന്നുള്ളൂ, വി ആർ നോട്ട് റിയലി വറീഡ് അബൌട്ട് ദാറ്റ്. നമ്മൾ വറി ചെയ്യുന്ന എന്താണ്, ഈ സെൻറ്റർ ഓഫ് ഇതും ഈ 2 പാർട്ടിക്കിൾസ് തമ്മിലുള്ള റിലേറ്റീവ് മോഷനാണ് നമ്മൾ ബോധർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിലേറ്റീവ് മോഷനെ കാണിക്കുന്ന രണ്ടാമതൊരു ഷ്രോഡിംഗർ ഇക്വേഷനാണ്. ഇറ്റ്സ് എ അൺകപ്പിൾഡ് ഷ്രോഡിംഗർ ഇക്വേഷൻ ഫ്രോം ദ ഫസ്റ്റ് വൺ. ഓക്കെ, ആൻഡ് ദിസ് ഇക്വേഷൻ ഡിസ്ക്രൈബ്സ്, ഈ ഷ്രോഡിംഗർ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഫോമിലാണുള്ളത്. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഷ്രോഡിംഗർ ഇക്വേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് മ്യൂ. ഒരു സിംഗിൾ പാർട്ടിക്കിൾ, മ്യൂ എന്നുള്ള മാസുള്ള ഒരു സിംഗിൾ പാർട്ടിക്കിളിൻ്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദ റിലേറ്റീവ് മോഷൻ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, ഈ മ്യൂ എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് മാസാണ്. ഇറ്റ്സ് m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്കൽ സ്കാറ്ററിങ്ങിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ, കാരണം വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദ റിലേറ്റീവ് മോഷൻ.
Okay, അപ്പോൾ ഇതിൻ്റെ ഷ്രോഡിംഗർ ഇക്വേഷൻ എഴുതാൻ എളുപ്പമാണ്, കാരണം യു ആർ റൈറ്റിംഗ് ദ ഷ്രോഡിംഗർ ഇക്വേഷൻ ഫോർ എ പാർട്ടിക്കിൾ ഓഫ് മാസ് mu. Okay, so this is minus h square by 2 mu del square. This is the usual time independent Schrodinger equation. ഇത് നമ്മുടെ ഹാമിൽട്ടോണിയൻ ആണ്. Okay, this is v of r vector and psi of r vector. It's better to write it as r vector. All right, so this is the Schrodinger equation. All right, ഇനി ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അസിംപ്റ്റോട്ടിക് ഫോം, ഓക്കെ, r tends to infinity, അസിംപ്റ്റോട്ടിക് ഫോം എങ്ങനെയായിരിക്കും നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വി ക്യാൻ ഇമാജിൻ ദ അസിംപ്റ്റോട്ടിക് ഫോം ഓഫ് ദിസ് ഇക്വേഷൻ. അതായത് വി ആർ ഇമാജിനിങ് ദ സ്കാറ്ററിങ് ഹാപ്പനിങ്, റൈറ്റ്, ആൻഡ് യു ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രം എ ലാർജ് ഡിസ്റ്റൻസ് അറ്റ് r tends to infinity. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് അൺസ്കാറ്റേഡ് പാർട്ട് ഉണ്ടാവും. ഇനീഷ്യൽ ബീമിൻ്റെ ഒരു അൺസ്കാറ്റേഡ് പാർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ അൺസ്കാറ്റേഡ് പാർട്ട് ഇറ്റ് വിൽ ബി റിട്ടൺ ആസ് e raised to I k z. ഓക്കെ, അൺസ്കാറ്റേഡ് പാർട്ട് വിൽ ബി റിട്ടൺ ആസ് e raised to I k z. ഓക്കെ, പിന്നെന്താണ് നമ്മൾ ദൂരെ നോക്കുമ്പോൾ കാണുന്നത്, സ്കാറ്ററിങ് സെൻറ്ററിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്കാറ്റർ ചെയ്തു പോകുന്ന പാർട്ടിക്കിൾസ് ആയിരിക്കും, എല്ലാ ഡയറക്ഷനിലും സ്കാറ്റർ ചെയ്തു പോകുന്ന പാർട്ടിക്കിൾസ് ആയിരിക്കും. ഓക്കെ, നൗ ദിസ് വിൽ ബി റെപ്രസെൻറ്റഡ് ബൈ എ സ്ഫെറിക്കൽ വേവ്. റൈറ്റ്, ഇത് പ്ലെയിൻ വേവ് ആണെങ്കിൽ this will be represented by spherical. Plane wave എന്ന് പറഞ്ഞാൽ these are free particles, all right, traveling freely in space. Spherical wave എന്ന് പറഞ്ഞാൽ it goes like this, all right, it diverges from the center. ഇതിനാണ് സ്ഫെറിക്കൽ വേവ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ഫെറിക്കൽ വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഡിക്രീസസ് ആസ് ദ ഏരിയ ഇൻക്രീസ് ഓർ ദ ആർ ഇൻക്രീസസ്. അല്ലേ, നമ്മളൊരു സോഴ്സ് ഉണ്ടെന്ന് കരുതുക, സോഴ്സിൽ നിന്ന് കുറേ പാർട്ടിക്കിൾസ് ഇങ്ങനെ വരുന്നുണ്ട്. ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ചേഞ്ച് ചെയ്യുന്നില്ല, അല്ലേ. നമ്മൾ കൂടുതൽ ദൂരത്തേക്ക് പോകും തോറും ദിസ് ഏരിയ, റൈറ്റ്, ദിസ് ഏരിയ നമ്മൾ കൂടുതൽ ദൂരത്തുമായിട്ട് ഒരു സ്ഫിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഏരിയ, ദിസ് ഏരിയ വിൽ ഇൻക്രീസ് ആസ് ആർ സ്ക്വയർ. റൈറ്റ്, ദ ഏരിയ വിൽ ഇൻക്രീസ് ആസ് ആർ സ്ക്വയർ. കാരണം ആർ കൂടുന്തോറും ദിസ് ഇസ് r1, ദിസ് ഇസ് r2. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4π r1 സ്ക്വയർ ആണെങ്കിൽ ഇതിൻ്റേത് 4π r2 സ്ക്വയർ ആണ്. റൈറ്റ്, അപ്പോൾ ഏരിയ ഈ രീതിയിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റി വിൽ ഗോ ഡൗൺ ആസ് ആർ സ്ക്വയർ. ഓക്കെ, കാരണം കൂടുതൽ വലിയ ദൂരത്തേക്ക് പോകുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുന്നില്ല, സെയിം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് തന്നെയാണ്, ബട്ട് യു ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രോം എ ലാർജർ ഏരിയ. ഓക്കെ, യു ആർ ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രോം എ ലാർജർ ഏരിയ. സോ ഇൻറ്റൻസിറ്റി ഷുഡ് ഗോ ഡൗൺ ആസ് ആർ സ്ക്വയർ. ദ ഇൻറ്റൻസിറ്റി ഷുഡ് ഗോ ഡൗൺ ആസ് ആർ സ്ക്വയർ. റൈറ്റ്, അപ്പോൾ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ സ്ക്വയർ ഓഫ് ദ വേവ് ഫംഗ്ഷൻ. ഇറ്റ്സ് അസോസിയേറ്റഡ് വിത്ത് ദ സ്ക്വയർ ഓഫ് ദ വേവ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ വേവ് ഫംഗ്ഷൻ എഴുതുമ്പോൾ അതിൽ e raised to I k r divided by r എന്ന് എഴുതണം. സോ വെൻ യു ടേക്ക് ദ സ്ക്വയർ യു വിൽ സീ ദാറ്റ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ ഏരിയ, റൈറ്റ്, ആൻഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയാം, ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ ഏരിയ ഗോസ് ഡൗൺ ആസ് ആർ സ്ക്വയർ. ഇതാണ് സ്ഫെറിക്കൽ വേവ് എന്ന് പറയുന്നത്. ഇനി ഈ സ്ഫെറിക്കൽ വേവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആംപ്ലിറ്റ്യൂഡ് ടേം കൂടെ ഉണ്ടാവും. Okay, so this amplitude will അല്ലെങ്കിൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് എന്ന് വിളിക്കാം. ഈ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആക്ച്വലി ഈ ഇനീഷ്യൽ പാർട്ടിക്കിൾസിൻ്റെ എത്ര ഫ്രാക്ഷനാണ് സ്കാറ്റേഡ് ആയത് എന്നാണ് പറയുക. ഓക്കെ, സോ ദിസ് വിൽ ആക്ച്വലി ടെൽ us what fraction this in this what do you say, in this amplitude. Okay, the amplitude എന്നുള്ള രീതിയിലുള്ള ടേമാണ്, or in this expansion coefficient what information do you have. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞു തരുന്നത് ആക്ച്വലി ഈ ഇൻസിഡൻറ്റ് ബീമിനെ അപേക്ഷിച്ച് ഇൻസിഡൻറ്റ് ബീമിൻ്റെ എത്ര ഫ്രാക്ഷനാണ് സ്കാറ്റർ ചെയ്തു പോയത് എന്നുള്ളതിനെയാണ് ഈ ടേം കാണിക്കുക. റൈറ്റ്, ഒരു പാർട്ടിക്കിൾ പോലും സ്കാറ്റർ ചെയ്യുന്നില്ലെങ്കിൽ ദിസ് വിൽ ബി സീറോ ആൻഡ് ദർ ഇസ് നോ സ്ഫെറിക്കൽ വേവ്, വിൽ ഹാവ് ഓൺലി പ്ലെയിൻ വേവ്സ്. റൈറ്റ്, ഓക്കെ, അപ്പോൾ ഈ നമ്പറാണ് യഥാർത്ഥത്തിൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ. ഇത് നമ്മൾ തിയറിയിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന നമ്പറാണ്. ഓക്കെ, സ്കാറ്ററിങ് ക്രോസ് സെക്ഷനായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ നമ്പറിനെയാണ് സ്കാറ്ററിങ് ക്രോസ് സെക്ഷനായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് ഒന്നുകൂടെ ഒരു തവണയും കൂടെ പറയാം, ഇത് ഇൻസിഡൻറ്റ് വേവ് തന്നെയാണ്, ഇത് പ്ലെയിൻ വേവ് തന്നെയാണ്. സോറി, ഇത് ഇൻസിഡൻറ്റ് വേവ് ആണ്, ദിസ് ഇസ് എ പ്ലെയിൻ വേവ്. ഇത് സ്ഫെറിക്കൽ വേവ് ആണ്, സ്കാറ്റേഡ്. ഓക്കെ, സ്കാറ്റേഡ്. ആൻഡ് വാട്ട് ഡസ് ദിസ് സേ? ദിസ് സേസ്, അതായത് ഇത് തമ്മിലുള്ള റിലേറ്റീവ് ഈ ഇൻസിഡൻറ്റ് വേവും ഈ എന്താണ് സ്ഫെറിക്കൽ വേവ് അല്ലെ സ്കാറ്റേഡ് വേവും തമ്മിലുള്ള റിലേറ്റീവ് എന്താണ് പറയുക, റിലേറ്റീവ് ഫാക്ടറാണ് ഈ സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ദ സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ദ സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഈ നമ്പറാണ് തീരുമാനിക്കുന്നത് ഇതിനെ അപേക്ഷിച്ച് എത്രത്തോളം. ഇത് നമ്മൾ 1 എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എത്ര ഫ്രാക്ഷനാണ് സ്കാറ്റർ ചെയ്ത് പോയത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് എഫ് കെ ഓഫ് ഒമേഗ ആയിരിക്കും. റൈറ്റ്, ഐ ഹോപ്പ് ദ ഫിസിക്കൽ മീനിങ് ഇസ് ക്വൈറ്റ് ക്ലിയർ. ഓക്കെ, റൈറ്റ്. So e raised to I k z represents a homogeneous beam of particles traveling in the positive z direction. Alright, you know that this is a momentum eigenfunction.
It represents the incident beam and the unscattered part of the outgoing beam. E raised to I k r divided by r represents a spherical wave, right? Particles issuing in all directions from the center. Intensity falls off inversely as r square. Intensity is the number of particles crossing a unit area, right? So you can imagine the area of a sphere. Alright, sphere, the area will go up as r square, so the number of particles will remain the same. So you will have less and less number of particles. Okay, or you can say you will have the same number of particles in a larger area. Okay, and same number of particles in a larger area and lower intensity. Alright, അപ്പോൾ the area ഏത് രീതിയിലാണോ കൂടുന്നത് ആ രീതിയിലാണ് ഈ intensity കുറയുന്നത്. So area goes up as r square. That's why we have the intensity falling off as inversely as r square. Okay. Now Fk of omega is the amplitude of spherical waves in the direction omega and is known as the scattering amplitude. It's known as the scattering amplitude. Okay. Alright. Now, there's no surprise here. We already argued that Fk of omega has to be clearly what is said depending on the scattering cross section. Scattering cross section information is the wave and relative amplitude. Unscattered wave and scattered wave relative amplitude. Okay, so the scattering cross section is directly related to this, and we can see that it can be easily shown that the scattering amplitude is the scattering cross section, the differential scattering cross section is modulus of the amplitude square. Okay, scattering amplitude in the modulus square and scattering cross section is scattering cross section is scattering amplitude in the modulus square. Okay, all right. You have to remember this. Okay. Now the differential scattering cross section is equal to the absolute square of the scattering amplitude. In scattering amplitude, differential cross section, scattering cross section, we measure this scattering amplitude. It's obtained by Schrodinger equation solve a given potential corresponding Schrodinger equation solve that's asymptotic form compare. Asymptotic form compare scattering amplitude. Alright, our aim, wave function it will refine it a little bit more. We'll say that our aim is to calculate the scattering amplitude. Okay, we shall discuss one method for calculating the scattering amplitude. Partial wave analysis and method discuss. Okay, exam syllabus partial wave analysis method relevant to results. Results interesting and directed results in partial wave analysis. So let's discuss the partial wave analysis now. Okay. Alright. Partial wave analysis apply partial wave meaning apply potential central. Okay. V of r vector is equal to V of r. Okay. This meaning is potential it depends only on the distance from the origin. Okay, the scattering center distance. Scattering center origin. Scattering center distance in a potential depend. Okay, the direction depend. Isotropic. Right, it's isotropic. It has the same behavior in all directions. Right, it depends only on the distance, not on theta or phi. It does not depend on the orientation. The direction is important. It depends only on the distance. Okay, either point potential you don't have to say at what angle this is, you only have to say at what distance this is. Okay, so potential central potential central already isotropic situation. You have got a spherical symmetry. Alright, angular momentum conserved. Okay, that is potentially central context theorem. If you have a symmetry, there is a conserved quantity. Okay, so this is rotational symmetry. Okay, this means that we have got a rotational symmetry because coordinate system rotate nothing changes. Right, because it has the same behavior in all directions. Okay, so here, if the potential is of this form, this means that we have a rotational symmetry. If you have rotational symmetry, we know that the angular momentum is conserved. We know that the angular momentum is conserved.
ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇൻസിഡൻറ്റ് ബീമിൻ്റെ ആംഗുലർ മൊമെൻറ്റം തന്നെയായിരിക്കും, ഒരു ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം തന്നെയായിരിക്കും പുറത്തേക്ക് പോകുന്ന സ്കാറ്റേർഡ് പാർട്ടിക്കിളിൻ്റെ ആംഗുലർ മൊമെൻറ്റം. ദ ആംഗുലർ മൊമെൻറ്റം വിൽ നോട്ട് ചേഞ്ച്, ഇറ്റ്സ് കൺസർവ്ഡ് ഇൻ ദ സ്കാറ്ററിങ്. ഓക്കെ, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന പാർഷ്യൽ വേവ് അനാലിസിസ് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ ദ പൊട്ടൻഷ്യൽ ഈസ് സെൻട്രൽ. രണ്ടാമത് പൊട്ടൻഷ്യൽ ഫൈനൈറ്റ് റേഞ്ച് ആയിരിക്കണം. Alright, we'll see the reason for this. The potential has to be of a finite range. The V of R has to be equal to 0 for R greater than R0. Alright, നമ്മുടെ സ്ട്രോങ് ഫോഴ്സ് ഒക്കെ ഈ ഒരു രീതിയിലുള്ളതാണ്. സോ വി ക്യാൻ യൂസ് ദിസ് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അതുപോലെ വേറൊരു കാര്യം കൂടെ, ഇറ്റ്സ് യൂസ്ഫുൾ വെൻ ദ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ഹാവ് ലോ എനർജി. ഓക്കെ, വളരെ ഹൈ എനർജി ഉണ്ടെങ്കിൽ it becomes impractical. Alright, so this method will be practical when the incident particles have a low energy. Okay. Alright, let's get into this method. What's the basic idea of this method? Okay, the method is based on analyzing the plane wave, the incident wave, into an infinite number of components, each of which corresponds to a definite angular momentum. Okay, each component is called a partial wave. Partial wave എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? These are momentum eigen functions, so to speak. Okay, അല്ലെങ്കിൽ momentum eigen vectors. Okay. ഓൾറൈറ്റ്, അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇൻസിഡൻറ്റ് ബീമിനെ നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ഓരോ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ അതിനെ ഗ്രൂപ്പ് ചെയ്യുകയാണ്. ഓൾറൈറ്റ്, ആംഗുലർ മൊമെൻറ്റം, കാരണം ഇത് ആംഗുലർ മൊമെൻറ്റം ഐഗൺ ഫംഗ്ഷൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആയതുകൊണ്ട് വി ക്യാൻ ടേക്ക് ദിസ് ആസ് ആംഗുലർ മൊമെൻറ്റം ഐഗൺ ഫംഗ്ഷൻ. ആംഗുലർ മൊമെൻറ്റം കൺസർവ്ഡ് ആണെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദ ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റർ കമ്മ്യൂട്ട്സ് വിത്ത് ദ ഹാമിൽട്ടോണിയൻ. We know these things. Alright, the angular momentum operator commutes with the Hamiltonian. We can use a common eigen function, etc. Alright, so the basic idea is that we'll take the incoming wave, നമ്മൾ ഇൻകമിംഗ് വേവ് എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? വിൽ റൈറ്റ് ഇറ്റ് ആസ് എ സം ഓഫ് ഡിഫറെൻറ്റ് ഡെഫിനിറ്റ് ആംഗുലർ മൊമെൻറ്റം വേവ്സ്. ഓക്കെ, അതായത് ആംഗുലർ മൊമെൻറ്റം 0 ഉള്ളൊരു വേവ്, ആംഗുലർ മൊമെൻറ്റം 1, ആംഗുലർ മൊമെൻറ്റം 0 എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് L equal to 0, ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം, L equal to 1, L equal to 2 എന്നിങ്ങനെ ഡിഫറെൻറ്റ് എന്താണ് ആംഗുലർ മൊമെൻറ്റത്തിന് കറസ്പോണ്ട് ചെയ്യുന്ന വേവ്സ് ആയിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യും. ഇൻ അതർ വേർഡ്സ്, യു ക്യാൻ റൈറ്റ് ദ ഇൻസിഡൻറ്റ് വേവ് as a sum of different partial waves, separate partial waves. Alright, കുറച്ചുകൂടെ ക്വാണ്ടം മെക്കാനിക്കലി അക്യുറേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ വിൽ റൈറ്റ് ദ ഇൻസിഡൻറ്റ് പ്ലെയിൻ വേവ്സ് as a superposition. Okay, as a superposition, a quantum mechanical superposition of L square, or let's say eigen functions of orbital angular momentum. അപ്പോൾ ഈ ടെക്നിക്കിൻ്റെ ബേസിസ് ഐഡിയ ഇതാണ്. നമ്മൾ ഇൻസിഡൻറ്റ് വേവിനെ അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് പ്ലെയിൻ വേവിനെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഐഗൺ ഫംഗ്ഷൻസിൻ്റെ സൂപ്പർ പൊസിഷനായിട്ട് എഴുതുകയാണ്. ഓൾറൈറ്റ്, ആൻഡ് ദിസ് വിൽ ഗീവ് us a nice workable method. The process of decomposing a plane wave into partial waves is called partial wave analysis. Alright, the process of decomposing a plane wave into partial waves is called പാർഷ്യൽ വേവ് അനാലിസിസ്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എടുത്തിട്ട് അതിനെ വേറെ ബേസിസിൽ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, യൂഷ്വലി നമ്മൾ എഴുതാറുണ്ട് psi ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ ഐ സി ഐ ഫൈ ഐ. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുക. സി ഐ എന്ന് പറയുന്ന എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഇവിടെ സൈ എന്ന് പറയുന്നത് ഇനീഷ്യലി ഐ കെ സെഡ് ആണ്. ഇതിന് കറസ്പോണ്ട് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ഐ കെ സെഡ് ആണ്. ഈ ഫൈ ഐ എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഐഗൺ ഫംഗ്ഷൻസ് ആണ്. ദിസ് സി ഐ വിൽ ബി ദ എക്സ്പാൻഷൻ കോഎഫിഷ്യൻസ്. ഓക്കെ, നൗ ദിസ് ക്യാൻ ബി ഈസിലി ഡൺ. And the expansion has a simple form. Alright, it is sum over L equal to 0 to infinity. So you are summing over all possible values of the angular momentum. Okay, sum over L equal to 0 to infinity 2L plus 1 I raised to L P L of cos theta J L of kr. Okay, അപ്പോൾ ഇത് നമ്മൾ ഇൻസിഡൻറ്റ് ബീമിനെ ഡിഫറെൻറ്റ് ആംഗുലർ മൊമെൻറ്റം ഓപ്പറേറ്റേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ആംഗുലർ മൊമെൻറ്റ് ഐഗൺ ഫംഗ്ഷൻസിൻ്റെ സൂപ്പർ പൊസിഷനായിട്ട് എഴുതുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ സൂപ്പർ പൊസിഷനായിട്ട് എഴുതണം എന്ന് പറയുമ്പോൾ വിട്ടുപോയ കാര്യമുണ്ട്. ദീസ് ആർ ഓൾസോ ഐഗൺ ഫംഗ്ഷൻസ് ഓഫ് എനർജി. അതായത് നമ്മൾ ആംഗുലർ മൊമെൻറ്റ് ആൾജിബ്ര പറഞ്ഞിട്ടുണ്ടാവും. വിൽ റൈറ്റ് ദ സ്റ്റേറ്റ് ലൈക്ക് ദിസ് ആൽഫ എൽ എം, ആൽഫ ഇസ് ദ എനർജി ഐഗൺ വാല്യൂ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ആംഗുലർ പാർട്ട്, നമ്മുടെ വേവിൻ്റെ ആംഗുലർ പാർട്ടിനെ മുഴുവൻ നമ്മൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഐഗൺ ഫംഗ്ഷൻസ് ആയിട്ടാണ് എഴുതുന്നത്. റൈറ്റ്, ഈ പി എൽ ഓഫ് കോസ് തീറ്റ നിങ്ങൾ ഓർമ്മയുണ്ടാവും. നമ്മുടെ സ്ഫെറിക്കൽ ഹാർമോണിക്സിൽ വരുന്ന ടേമാണ് പി എൽ ഓഫ് കോസ് തീറ്റ. ഓക്കെ,
ഇനി വേവിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് psi of k, l, m. ഓക്കെ, കാരണം നമ്മൾ പറഞ്ഞ പോലെ എനർജി അത് നമ്മൾ ആംഗുലർ മൊമെൻറ്റം പറഞ്ഞുകൊണ്ട് മാത്രം സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് സ്പെസിഫൈഡ് ആകുന്നില്ല. നമ്മൾ ഫുൾ ബേസിസ് എടുക്കുമ്പോൾ എനർജി ഐഗൺ വാല്യൂം കൂടെ പറയണം. ഓക്കെ, psi k, l, m എന്നാണ് വരുന്നത്. ഇറ്റ്സ് നോട്ട് സിംപ്ലി psi l m, ഇറ്റ്സ് psi k l m. അതായത് നമ്മളിങ്ങനെ എഴുതുന്ന സ്റ്റേറ്റിന് ആൽഫ l m. ഓക്കെ, കാരണം ഡിഫറെൻറ്റ് എനർജിയുള്ള കോൺട്രിബ്യൂഷൻസ്, ഡിഫറെൻറ്റ് എനർജി കോൺട്രിബ്യൂഷൻസ് ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ psi k l m of r, theta, phi എന്ന് പറയുന്ന ആംഗുലർ മൊമെൻ്റ് ഐഗൺ ഫംഗ്ഷൻസ് ആണ്, എനർജി ഐഗൺ ഫംഗ്ഷൻസ് ആണ്. ദീസ് ആർ സൈമിൾട്ടേനിയസ് ഐഗൺ ഫംഗ്ഷൻസ് ഓഫ് ദ ഹാമിൽട്ടോണിയൻ ആൻഡ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം. അപ്പോൾ ഇതിൽ ആംഗുലർ പാർട്ട് എന്ന് പറയുന്നത് രണ്ട് പാർട്ടുണ്ട്, റേഡിയൽ പാർട്ടും ആംഗുലർ പാർട്ടും. ഇതിൻ്റെ ആംഗുലർ പാർട്ട് എന്ന് പറയുന്നത് ഇസ് ഗിവൺ കംപ്ലീറ്റ്ലി. റേഡിയൽ പാർട്ട് ആംഗുലർ പാർട്ട് എന്ന് പറയുന്ന കാരണം r, theta, phi. These are the coordinates we use. Okay, the theta phi part or the angular part is completely given by the spherical harmonics. Alright, and what are the spherical harmonics? These are eigen functions of the orbital angular momentum. Okay, alright. So these are actually നമ്മൾ momentum, angular momentum eigen functions in the terms മാത്രമല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. This is the thing that we are taking as the basis. ഓക്കെ, ആ ബേസിസ് വെക്റ്റേഴ്സിൻ്റെ ആംഗുലർ പാർട്ട് മാത്രമാണ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻ്റ് ആയിട്ട് വരുന്നത്. ഈ ഫോർമുലയാണ് ബവേഴ്സ് ഫോർമുല എന്ന് അറിയപ്പെടുന്നത്. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ എക്സ്പാൻഷൻ നടത്തി കഴിയുമ്പോൾ, സിംപ്ലിഫിക്കേഷൻ നടത്തി കഴിഞ്ഞ് കിട്ടുന്ന ഫൈനൽ റിസൾട്ടാണിത്. ഓക്കെ, ഈ ജെൽ ഓഫ് കെ ആർ എന്ന് പറയുന്നത് റേഡിയൽ പാർട്ട് ഓഫ് ദ ഫംഗ്ഷനാണ്. ആംഗുലർ പാർട്ട് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഹാർമോണിക്കാണ്. Okay, which are the eigenstates of orbital angular momentum, which we have already seen from our discussion of angular momentum. Okay, so I hope you are getting the basic idea here. അപ്പോൾ നമ്മൾ ഇൻകമിംഗ് വേവിനെ ഡിഫറെൻറ്റ് ആംഗുലർ മൊമെൻ്റ് ഉള്ള വേവ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതി എന്താണ് ഗുണം? ഔട്ട് ഗോയിങ് വേവ്സിന് ഡിഫറെൻറ്റ് ഈ ഓരോ സ്പെസിഫിക് ആംഗുലർ മൊമെൻ്റ് എങ്ങനെ സ്കാറ്റർ ചെയ്യുന്നു എന്നതിൻ്റെ ടേംസിൽ ഔട്ട് ഗോയിങ് വേവ്സിനെ നമുക്ക് പറയാൻ കഴിയും. അല്ലെ, സ്കാറ്റേഡ് ബീമിനെയും നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? ഓരോ സ്പെസിഫിക് ആംഗുലർ മൊമെൻ്റം ഉള്ള പാർട്ടിക്കിളും ഏത് രീതിയിൽ സ്കാറ്റർ ആവുന്നു എന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയും. ഓക്കെ, റൈറ്റ്. സോ ദാറ്റ്സ് വാട്ട് വിൽ ഡു. ഓക്കെ, ഇനി പാർഷ്യൽ വേവ് L = 0 ആണെങ്കിൽ നമ്മൾ S വേവ് എന്ന് പറയും, L = 1 ആണെങ്കിൽ P വേവ് എന്ന് പറയും. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഫോർമുലേഷൻ എടുത്തിട്ട് അസിംപ്റ്റോട്ടിക് ഫോം r → ∞ എടുക്കുകയാണ്. ഈ r → ∞ പറയുന്ന അസിംപ്റ്റോട്ടിക് ഫോം നോക്കുകയാണ്. അത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച അസിംപ്റ്റോട്ടിക് ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സ്കാറ്റേഡ് ഇതിൻ്റെ അസിംപ്റ്റോട്ടിക് ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഓക്കെ, സോ ദ റിസൾട്ട് ഓഫ് ദ പാർഷ്യൽ വേവ് അനാലിസിസ് ഇസ് ദിസ്. ഇറ്റ് സേസ് ദാറ്റ് ദ എഫക്റ്റ് ഓഫ് ദ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ ഈസ് ടു ഷിഫ്റ്റ് ദ ഫേസ് ഓഫ് ഈച്ച് ഔട്ട് ഗോയിങ് പാർഷ്യൽ വേവ്. ഓക്കെ, അതായത് ഈ പാർഷ്യൽ വേവ് അനാലിസിസ് അനുസരിച്ച് എഫക്റ്റ് ഓഫ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, ലെറ്റ്സ് ഇമാജിൻ ദീസ് ആർ ഡിഫറെൻറ്റ് ആംഗുലർ മൊമെൻറ്റം. ഓൾറൈറ്റ്, ദ എഫക്റ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റം, അതായത് യു ഹാവ് incoming beam, or incoming particles with L = 0, you have incoming particles with L = 1, L = 2, etc. അതായത് നമ്മൾ വരുന്ന ഇൻകമിംഗ് വേവ്സിനെ ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. ഓൾറൈറ്റ്, ഈ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യലിൻ്റെ എഫക്റ്റാണ് പാർഷ്യൽ വേവ് അനാലിസിസ് പകരം ഈ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യലിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഓരോ വേവിനും ഒരു ചെറിയ ഫേസ് ഷിഫ്റ്റ് കൊടുക്കുക എന്ന് മാത്രമാണ്. ഓക്കെ, ഓൾറൈറ്റ്, ഈ ഫേസ് ഷിഫ്റ്റിനാണ് നമ്മൾ ഡെൽറ്റ എൽ എന്ന് പറയുന്നത്. ഫേസ് ഷിഫ്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ആംഗുലർ മൊമെൻറ്റം എൽ. ഓക്കെ, L = 0 ആണെങ്കിൽ അതിനൊരു ചെറിയ ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. L = 1 ആണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ഓൾറൈറ്റ്, സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ്സ് ഗുഡ് ടു റിമെമ്പർ. ദ എഫക്റ്റ് ഓഫ് ദ സ്കാറ്ററിംഗ് പൊട്ടൻഷ്യൽ ഈസ് ടു ഷിഫ്റ്റ് ദ ഫേസ് ഓഫ് ഈച്ച് ഔട്ട് ഗോയിങ് പാർഷ്യൽ വേവ്. ഓക്കെ, ഇൻകമിംഗ് പാർഷ്യൽ വേവിന് ചെറിയൊരു ഫേസ് ഷിഫ്റ്റ് മാത്രമാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ സ്കാറ്ററിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പാർഷ്യൽ വേവ് അനാലിസിസിൻ്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് ദ പ്രോസസ് വേർ ദ ഫേസ് ഓഫ് ദ ഇൻകമിംഗ് വേവ്സ് ഷിഫ്റ്റ്സ് slightly by the potential. ഓക്കെ, ഇനി ഇത് ചോദിക്കാവുന്ന കാര്യമാണ്. അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഈ ഷിഫ്റ്റ് നെഗറ്റീവ് ആണ്. ഓൾറൈറ്റ്, ഇഫ് ഫോർ അട്രാക്റ്റീവ് പൊട്ടൻഷ്യൽ ദിസ് ഷിഫ്റ്റ് ഇസ് നെഗറ്റീവ് ആൻഡ് ഫോർ റിപ്പൾസീവ് പൊട്ടൻഷ്യൽ ദ ഫേസ് ഷിഫ്റ്റ് ഇസ് പോസിറ്റീവ്. ഓക്കെ, ഒരു വേവിൻ്റെ ഫേസ് ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഇമാജിൻ ചെയ്യാം. ഓൾറൈറ്റ്, that's the advantage of using partial wave analysis. We can have a nice picture where the phase shift is being negative for an attractive potential and it's positive for a repulsive potential. Or for repulsive potential, it's like pushing it away and then you have an extra gained phase. So for an attractive potential, it's pulling towards it and there's a decrease in the phase. All right. Okay, so that's the basic result of partial wave analysis. All right.
ഓക്കെ, ഇനി അടുത്തത് ഈ പാർഷ്യൽ വേവ് അനാലിസിസിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട റിസൾട്ടാണ് നമ്മൾ ഒപ്റ്റിക്കൽ തിയറം എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പാർഷ്യൽ വേവ് അനാലിസിസ് അനുസരിച്ച് നമ്മൾ പാർഷ്യൽ അനുസരിച്ച് ഇതെല്ലാം ചെയ്തു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡിനുള്ളൊരു ക്വാണ്ടം മെക്കാനിക്കൽ ഫോർമുലയാണ്. ഓക്കെ, അപ്പോൾ സ്കാറ്ററിങ് ആംപ്ലിറ്റ്യൂഡിനുള്ള ക്വാണ്ടം മെക്കാനിക്കൽ എക്സ്പ്രഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്, എഫ് കെ എൽ ഓഫ് തീറ്റ. ഓക്കെ, ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് നമ്മൾ നേരത്തെ ചെയ്ത് എഫ് ഓഫ് ഒമേഗ എന്നാണ്. റൈറ്റ്, ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് വാട്ട് ഈസ് എ ഡെഫിനിറ്റ് ആംഗുലർ മൊമെൻറ്റം waves coming in, then we see that the scattering amplitude depends only on theta. It does not depend on phi. Okay, there is an azimuthal symmetry, right? It does not depend on phi, it depends only on theta. Scattering amplitude എന്ന് പറഞ്ഞാൽ theta എന്നുള്ള ഡയറക്ഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യും, but it does not change with phi. Okay, അതിനുള്ള എക്സ്പ്രഷൻ ഇതാണ് 2l+1 divided by k e raised to I delta l. ഇതാണ് നമ്മൾ പറഞ്ഞ നേരത്തെ ഫേസ് ഷിഫ്റ്റ് sin delta l. Again, that's a phase shift pl of cos theta. ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. ദിസ് എ സിമ്പിൾ റിസൾട്ട് വിച്ച് യു ക്യാൻ റിമെമ്പർ. ഓക്കെ, ഇറ്റ് കുഡ് ബി ആസ്ക് ഡയറക്ട്ലി. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ഓക്കെ, സോ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫേസ് ഷിഫ്റ്റ്. ഓൾറൈറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ scattering amplitude corresponding to a particular partial wave. ഓക്കെ, പെർട്ടിക്കുലർ പാർഷ്യൽ വേവ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് L=0 പാർഷ്യൽ വേവിന് കറസ്പോണ്ട് ചെയ്യുന്ന സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം, L=1 വേവിന് കറസ്പോണ്ട് ചെയ്യുന്ന സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഓൺലി തിങ് യു നീഡ് ഇസ് ദ കറസ്പോണ്ടിങ് ഫേസ് ഷിഫ്റ്റ്സ്. ഓക്കെ, ഓൾറൈറ്റ്. ഇനി ഇത് തന്നെ ഈ θ=0 നമ്മൾ ഇടുകയാണെങ്കിൽ ഇതൊരു ഇൻട്രസ്റ്റിംഗ് റിസൾട്ടിലേക്ക് എത്തും. ബട്ട് ലെറ്റ്സ് ഡു ദിസ് ബൈ പുട്ടിങ് θ=0. ഫോർ നൗ ലെറ്റ്സ് ഡു ഇറ്റ് ഫോർ നോ റീസൺ. ഓക്കെ, പ്രത്യേകിച്ച് കാരണമില്ല, നമുക്ക് ചെയ്ത് നോക്കാം. പുട്ട് θ=0. θ=0 ഇടുമ്പോൾ നമുക്ക് cos θ is 1 and PL of 1 is 1. Okay, PL of 1 is 1. So this becomes summation over L=0 to infinity 2l+1 e raised to I delta L PL of 1 sin delta L. Okay, so this becomes ഈ sin delta L ഇങ്ങനെ തന്നെ ഉണ്ട്. PL of 1 is 1 e raised to I delta L എന്നുള്ളത് നമുക്ക് cos delta L plus I sin delta L എന്ന് എഴുതാം. Okay, that 1 by k will remain there. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമാജിനറി പാർട്ട്, ഇതിന് ഒരു റിയൽ പാർട്ടുണ്ട്, ഇമാജിനറി പാർട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതി നോക്കാം. ലെറ്റ്സ് റൈറ്റ് ദി ഇമാജിനറി പാർട്ട്. ഓക്കെ, ഇമാജിനറി പാർട്ട് ഓഫ് ദ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. ഓക്കെ, ഇമാജിനറി പാർട്ട് ഓഫ് ദ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. ഫോർവേഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ θ=0. Alright, this is given by this. We find that this is equal to 1 by k sum over L=0 to infinity 2l+1 sin square delta L. Okay, ഇവിടെ നിന്ന് sin delta L, ഇവിടെ sin delta, that's why it's sin square delta L. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര സമയം നമ്മൾ ചെയ്തതാണ്. നമ്മൾ പാർഷ്യൽ വേവ് അനാലിസിസ് എന്താണെന്ന് പറഞ്ഞു. വരുന്ന ഇൻകമിംഗ് ബീമിനെ ആംഗുലർ മൊമെൻറ്റം ഐഗൺ ഫംഗ്ഷൻസിൻ്റെ ടേംസ്, ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ഐഗൺ ഫംഗ്ഷൻസിൻ്റെ ടേംസിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർ പൊസിഷനായിട്ട് എഴുതുക. ഓക്കെ, അത് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അസിംപ്റ്റോട്ടിക് ഫോം ഒക്കെ എടുത്ത് കമ്പയർ ചെയ്യുന്നതിലൂടെ ക്വാണ്ടം മെക്കാനിക്കലായിട്ടുള്ള അതിൻ്റെ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് തീറ്റയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. Alright, and we found an important result that in partial wave analysis, scattering means a change in the incident beam's phase. Incident beam's phase il oru change alle phase shift neയാണ് നമ്മൾ scattering എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഫോർവേഡ് സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എടുത്ത് നോക്കി. ഓക്കെ, ഫോർ നൗ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, അതൊന്ന് പഠിക്കുകയാണ്. θ=0 ആണെങ്കിൽ എന്താ കിട്ടുക എന്നുള്ളത്. സോ യു സീ ദാറ്റ് ഇറ്റ് ഗെറ്റ് സിംപ്ലിഫൈഡ് and you get it has it's a complex because it's an amplitude. Alright, ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡിൻ്റെ മോഡുലസ് സ്ക്വയർ ആണ് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ, വിച്ച് വിൽ ബി എ പോസിറ്റീവ് ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇതിൻ്റെ ഇമാജിനറി പാർട്ട് എടുത്ത് നോക്കി. ഇമാജിനറി പാർട്ട് ഇങ്ങനെ ഇട്ട് ഇവിടെ നിൽക്കട്ടെ. ഓൾറൈറ്റ്, നമ്മൾ സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡ് മാത്രം എടുത്തുള്ളൂ. ലെറ്റ്സ് ഗോ ടു സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. ഓൾറൈറ്റ്, അപ്പോൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ യു ഗെറ്റ് ദിസ് ഇസ് ഇൻ്റഗ്രൽ d sigma by d omega multiplied by d omega and the result, നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പാർഷ്യൽ വേവ് അനാലിസിസ് കിട്ടുന്ന സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ്റെ റിസൾട്ട് ഇതാണ്. ഇറ്റ്സ് 4π divided by k square. ഓക്കെ, സം ഓവർ, സോ ദിസ് ഇസ് L=0 to infinity. ഓക്കെ, സോ ദാറ്റ്സ് L=0 to infinity സം ഓവർ L=0 to infinity 2l+1 sin square delta L. ഓക്കെ, ഇതാണ് പാർഷ്യൽ വേവ് അനാലിസിസിലുള്ള നമുക്ക് കിട്ടുന്ന സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ. ഓക്കെ, alright. You have to remember this formula. This is useful. This is easy to remember. It's 4π by k square sum over L=0 to infinity 2l+1 sin square delta L. Okay. ഇനി ജസ്റ്റ് യു സി ഈ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ കിട്ടിയതാണ്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദിസ് റിസൾട്ട്, റൈറ്റ്, വി ഓൾറെഡി ഹാവ് 2l sum over L=0 to infinity 2l+1 sin square delta L
1 by k here. Alright, ഇതേ റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എക്സെപ്റ്റ് ഫോർ ദിസ് ഫാക്ടർ ഓഫ് 4 pi, അവിടെ നമുക്ക് ഇവിടെ 1 by k ഉള്ളൂ, ഇവിടെ 1 by k square ഉണ്ട്. Alright, so you see that sigma is equal to 4 pi by k, imaginary part of f of 0. Alright, so this result is known as the optical theorem. Okay, so you see that the result is 4 pi divided by k, imaginary part of the forward scattering amplitude. Okay, so I'll say this, the total cross section is proportional to the, okay, the total cross section is equal to 4 pi by k, imaginary part of the forward scattering amplitude. Okay, ഇത് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, ഇത് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്കറിയാം ഇത് നമ്മൾ ഫോർവേഡ് സ്കാറ്ററിംഗ് ആണ് അല്ലേ, തീറ്റ ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇതാണ്. നമുക്ക് ഈ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനെ പല രീതിയിൽ പറയാം. ഒന്നുകിൽ ഇൻകമിങ് പാർട്ടിക്കിൾസിൻ്റെ എത്ര ഫ്രാക്ഷൻ ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് എത്തിയെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കറിയാം ഈ ഫോർവേഡ് ഡയറക്ഷനിൽ എത്ര പാർട്ടിക്കിൾസ് നമുക്ക് നഷ്ടപ്പെട്ടു, പെർ യൂണിറ്റ് ഏരിയ എത്ര പാർട്ടിക്കിൾസ് നഷ്ടപ്പെട്ടു. നമ്മൾ ഫോർവേഡ് ഡയറക്ഷൻ മാത്രം നോക്കുകയാണ്. ഇൻസിഡൻറ്റ് ഡെൻസിറ്റി ഓഫ് പാർട്ടിക്കിൾസ് അറിയാം, അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ഇൻറ്റൻസിറ്റി നമുക്കറിയാം, ഫൈനൽ ഇൻറ്റൻസിറ്റി നമുക്കറിയാം. ഓൾറൈറ്റ്, അപ്പോൾ ഈ ഫോർവേഡ് ഡയറക്ഷനിൽ നമുക്ക് ഇൻറ്റൻസിറ്റിയുടെ നഷ്ടം എത്രയാണ് എന്നുള്ളതും നമുക്ക് എന്നുള്ളത് ഉപയോഗിച്ച് നമുക്ക് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. കാരണം സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് കൂടുതലാണെങ്കിൽ നമുക്ക് കൂടുതൽ പാർട്ടിക്കിൾസ് ഫോർവേഡ് ഡയറക്ഷനിൽ നിന്ന് നഷ്ടപ്പെടും. ഓക്കെ, സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കുറവാണെങ്കിൽ നമുക്ക് മിക്ക പാർട്ടിക്കിൾസും ഫോർവേഡ് ഡയറക്ഷനിൽ തന്നെ കിട്ടും. ഓൾറൈറ്റ്, സോ ഇതിവിടെ നിൽക്കട്ടെ. വി ക്യാൻ സേ ദാറ്റ് ദ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ, ഓൾറൈറ്റ്, we can relate this is a basic result. Okay, this is just like saying നമുക്ക് ഒരു പ്രോബിലിറ്റി ഉണ്ടെങ്കിൽ മറ്റേ പ്രോബിലിറ്റി 1 minus p1 ആണ്. ഓക്കെ, രണ്ട് പോസിബിൾ വാല്യൂസ് ഉണ്ടെങ്കിൽ p1 plus p2 is equal to 1 ആണെങ്കിൽ p2 is equal to 1 minus p1 ആണെന്ന് പറയുന്ന പോലെ തന്നെയാണ്. Okay, either we can measure the fraction of particles in one direction, or we can take the fraction of particles lost in the forward direction. Okay, both these are the same. Okay, so we can clearly relate the scattering cross section with the loss of intensity in the forward direction. Okay, alright, അപ്പോൾ ഇവിടെ ഈ ഒപ്റ്റിക്കൽ തിയറി യഥാർത്ഥത്തിൽ പറയുന്നത് ഇത് ഫോർവേഡ് ഡയറക്ഷനിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ തിയറി യഥാർത്ഥത്തിൽ പറയുന്നതാണ് the loss of intensity is represented by the imaginary part of the scattering amplitude in the forward direction. Alright, ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായെന്ന് കരുതുന്നു. ഓൾറൈറ്റ്, അപ്പോൾ ഒപ്റ്റിക്കൽ തിയറം പറയുന്നത് ഇതാണ്. ആക്ച്വലി ഒപ്റ്റിക്കൽ തിയറം പറയുന്നത് സിഗ്മ ഈസ് ഈക്വൽ ടു 4 pi by k ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് 0. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ഫോർവേഡ് ഡയറക്ഷനിലുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. ഓൾറൈറ്റ്, ഇനി നമുക്കറിയാം സിഗ്മ എന്നുള്ളതിനെ നമുക്ക് ഫോർവേഡ് ഡയറക്ഷനിലെ ലോസ് ഓഫ് ഇൻറ്റൻസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പോൾ അതുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കാണുന്നത് ദിസ് ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് 0 ഗീവ്സ് യു ക്വാണ്ടിഫൈസ് ദ ലോസ് ഓഫ് ഇൻറ്റൻസിറ്റി എലോങ് ദ ഫോർവേഡ് ഡയറക്ഷൻ. ഓൾറൈറ്റ്, അത് ഈ സിഗ്മ ഈ ഒപ്റ്റിക്കൽ തിയറം എന്നുള്ള റിസൾട്ടിൽ നിന്ന് നമ്മൾ എത്തുന്ന കൺക്ലൂഷനാണിത്. Okay, so I'll just read this again. This is a little bit important. The total cross section is proportional to the loss of intensity suffered by incident beam. Okay, ഇത് നമുക്ക് മുൻപേ അറിയാവുന്ന കാര്യമാണ്, ഇത് ഞാനിപ്പോൾ ആർഗ്യൂ ചെയ്ത കാര്യമാണ്. Alright, so the optical theorem ആക്ച്വലി പറയുന്നത്, കാരണം ഒപ്റ്റിക്കൽ തിയറം ചെയ്യുന്നത് ക്രോസ് സെക്ഷനെ ഫോർവേഡ് ഡയറക്ഷനിലൊരു ക്വാണ്ടിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫോർവേഡ് ഡയറക്ഷനിലെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫോർവേഡ് ഡയറക്ഷനിലെ ഏത് ക്വാണ്ടിറ്റി ആയിട്ടാണ് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലോസ് ഓഫ് ഇൻറ്റൻസിറ്റി ആയിട്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഇമാജിനറി പാർട്ട് ഓഫ് എഫ് ഓഫ് 0 സംഹൗ ഗിവ്സ് യു, ക്വാണ്ടം മെക്കാനിക്കലി ഇറ്റ് ഗിവ്സ് യു ദ ലോസ് ഓഫ് ഇൻറ്റൻസിറ്റി ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ. ഓൾറൈറ്റ്, സോ ദ ഒപ്റ്റിക്കൽ തിയറം സേസ് ദാറ്റ് ദ ലോസ് ഓഫ് ഇൻറ്റൻസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് by imaginary part of the scattering amplitude in the forward direction. Okay, this is a question that can be asked directly. Alright, ഈ ഒപ്റ്റിക്കൽ തിയറം വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. എന്ന് വെച്ചാൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഡെറിവേഷൻ നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഭാഗമാണ്, ബട്ട് ഇത് സ്പെസിഫിക്കലി നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓൾറൈറ്റ്, യു ഹാവ് ടു സ്പെൻഡ് സം ടൈം ഓൺ ഇറ്റ്, ഗെറ്റ് തിങ്സ് ക്ലിയർഡ്. ഓക്കെ, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്, ഇനി ഇത് നമ്മുടെ ഒപ്റ്റിക്സിൽ ഉള്ള ഒരു തിയറുമായിട്ട് ഒരു അനാലജി ഉള്ളതുകൊണ്ടാണ് ഇതിനെ ഒപ്റ്റിക്കൽ തിയറം എന്ന് പറയുന്നത്. ഇതിനെ വേറൊരു പേരും കൂടെ പറയും, ഇറ്റ്സ് ബോർ പെർൾസ് പ്ലാക്സെക് ഫോർമുല എന്നുകൂടി ഇതിനെ പറയും. സോ ഇറ്റ്സ് thing that you can keep in your mind. Okay, alright, ഇനി ഒരു കാര്യം കൂടെ, നമ്മളിവിടെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കണ്ടു. ദിസ് ഇസ് എ ബേസിക് റിസൾട്ട്. സിഗ്മ ഈസ് ഈക്വൽ ടു 4 pi by k സ്ക്വയർ സം ഓവർ എൽ ഈക്വൽ ടു 0 to infinity 2l plus 1 sin square delta l. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കാണുന്നത് സം ഓവർ എൽ, ഡിഫറൻറ്റ് ആംഗുലർ മൊമെൻറ്റം കോൺട്രിബ്യൂഷൻ്റെ സം ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, സിഗ്മ ഈസ് ഈക്വൽ ടു സം ഓവർ എൽ ഈക്വൽ ടു 0 to infinity സിഗ്മ ഓഫ് എൽ. Okay, sigma of L എന്താണ്? We can call this as the contribution
we can call this as the contribution to sigma from partial wave. Okay, sigma L ആണ് ഉദ്ദേശിക്കുന്നത്. Okay, from partial wave with L, okay, with orbital angular momentum given by L. Okay, അല്ലെങ്കിൽ nth partial wave എന്ന് പറയാം. nth partial വേവിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് ഇതിനെ കണക്കാക്കാം. ഓക്കെ, അതായത് ശരിക്കും പാർഷ്യൽ വേവ് അനാലിസിസ് നമുക്ക് കിട്ടുന്ന സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്താണ്? സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പാർഷ്യൽ വേവ്സിൻ്റെ കോൺട്രിബ്യൂഷൻസിൻ്റെ സമ്മാണ്. Okay, so the total cross section is the sum of the contribution to the cross section from each of the separate partial waves. Okay, ഇതുകൊണ്ടാണ് പാർഷ്യൽ വേവ് അനാലിസിസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. Okay, sigma L is the contribution to the total scattering cross section from the nth partial wave. അതായത് ഓരോ പാർഷ്യൽ വേവിൻ്റെയും കോൺട്രിബ്യൂഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഈ സമ്മിൽ ഇൻക്ലൂഡ് ചെയ്യാം. Okay, that's the beauty of this result, all right? So you can write the total cross section as a sum of contribution of each of the partial wave. All right, that's what partial wave analysis does for you. ഇനി partial wave analysis വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ് വേണ്ടത്? ഇതൊരു ഇൻഫിനിറ്റ് സം ആണ് അല്ലേ? All right, ഇതൊരു ഇൻഫിനിറ്റ് സം ആണ്. അപ്പോൾ partial wave analysis പ്രാക്ടിക്കൽ ആവണമെങ്കിൽ നമുക്ക് വേണ്ടത് ആദ്യത്തെ കുറച്ച് ആംഗുലർ മൊമെൻ്റം ടേംസിൻ്റെ കോൺട്രിബ്യൂഷൻ മാത്രമാണ് കൺസിഡറബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നെഗ്ലിജിബിൾ ആണെങ്കിൽ നമുക്കിത് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാം. Okay, so we can use this for a practical situation if the contribution of higher and higher angular momentum diminishes. Okay, the contribution from the large angular momentum components diminishes. Okay, ഇത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണ്, കാരണം നമുക്ക് ഇവിടെ ഒരു സ്കാറ്ററിംഗ് സെൻറ്റർ ഉണ്ട്. ഓക്കെ, ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിറ്റർമിൻഡ് ബൈ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലെ, നമ്മുടെ ബീമുമായിട്ടുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. റൈറ്റ്, ഇതിന് ഇമ്പാക്റ്റ് ഫാക്ടർ എന്ന് നമ്മൾ പറയും. ഓക്കെ, നമുക്കറിയാം കുറഞ്ഞ ആംഗുലർ മൊമെൻറ്റം ഉള്ള പാർട്ടിക്കിൾസാണ് അതിൻ്റെ ഏറ്റവും അടുത്തൂടെ പോവുക, ഇമ്പാക്റ്റ് ഫാക്ടർ കുറഞ്ഞത്. സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറഞ്ഞ ആംഗുലർ മൊമെൻറ്റുള്ള പാർഷ്യൽ വേവിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടുതലാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അങ്ങനെ ആയാൽ മാത്രം പോരാ, ലാർജ് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ നെഗ്ലിജിബിളും കൂടെ ആവണം. Okay, because we cannot carry out an infinite summation in a practical situation, so it has to be negligible for higher angular momentum. If so, we can use the partial wave analysis. Okay, ഇനി എസ് ആൻഡ് പി സ്കാറ്ററിംഗ് വേവ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം L = 0 ആണെങ്കിൽ എസ് വേവ് ക്രോസ് സെക്ഷൻ എന്ന് പറയും. അതിന് നമ്മൾ സിഗ്മ 0 എന്ന് എഴുതും. സിഗ്മ 0 എന്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. 4π/k². L = 0 ഇടുകയാണെങ്കിൽ ഇറ്റ്സ് സിംപ്ലി 4π/k² sin² Δ0. Okay, Δ0 is the phase shift corresponding to L = 0 wave, or the phase shift suffered by the L = 0 wave or the S wave. Okay, sigma 1 ആണെങ്കിലോ ഇവിടെ 3 വരും. Okay, it's 4π/k², 3 sin² Δ1. Alright, okay, ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് എപ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞു, ആംഗുലർ മൊമെൻറ്റം ലാർജർ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കോൺട്രിബ്യൂഷൻ കുറവാണെങ്കിലാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുക. റൈറ്റ്, ഇത് എപ്പോഴാണ് കുറവാകാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കാര്യം നോക്കിയാൽ മതി. കാൽക്കുലേഷൻസ് കാണിക്കുന്നത് ഫേസ് ഷിഫ്റ്റ് ആണല്ലോ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഫേസ് ഷിഫ്റ്റ് ഇസ് ഫൗണ്ട് ടു വേരി ആസ് e⁻L+2. ഓക്കെ, എനർജി, ഇൻകമിംഗ് പാർട്ടിക്കിളിൻ്റെ എനർജി റേസ് ടു ദ പവർ ഓഫ് L+2 എന്ന രീതിയിലാണ് ഇത് വേരി ചെയ്യുന്നത്. അതായത് L ഇൻക്രീസ് ചെയ്യുന്നതോറും ഫേസ് ഷിഫ്റ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന e⁻L+2 എന്നുള്ളതാണ്. റൈറ്റ്, അപ്പോൾ ഈ എന്നുള്ള വളരെ ചെറുതാണെങ്കിൽ, ഇൻസിഡൻറ്റ് എനർജി എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ, ഇഫ് ഇറ്റ്സ് എ വെരി സ്മോൾ നമ്പർ, അങ്ങനെയാണെങ്കിൽ L കൂടുന്തോറും ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരും. റൈറ്റ്, ഇഫ് ഈസ് റിയലി ലാർജ്, ഈ വളരെ വലുതാണെങ്കിൽ L കൂടുന്തോറും ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ, ഓരോ പാർഷ്യൽ വേവിൻ്റെ കോൺട്രിബ്യൂഷൻ കൂടി വരും. ദെൻ വി cannot യൂസ് ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് ദ റീസൺ വൈ വി ക്യാൻ യൂസ് ദ പാർഷ്യൽ വേവ് അനാലിസിസ് വെൻ ദ എനർജി ഈസ് സ്മോൾ, വെരി സ്മോൾ. ഓക്കെ, സോ ഫോർ വെരി സ്മോൾ വാല്യൂസ് ഓഫ് E, അതായത് വളരെ ചെറിയ വാല്യൂസ് ആണെങ്കിൽ L = 0 കോൺട്രിബ്യൂഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ 0.1 എന്നുള്ളതിൻ്റെ അല്ലെ 0.2 എന്നുള്ളത് എടുക്കുക. അതിൻ്റെ 0th പവർ എന്ന് പറയുന്നത് 1 ആണ്. 0.2ൻ്റെ സെക്കൻഡ് പവർ എന്ന് പറയുന്നത് 0.2² എന്ന് പറയുന്നത് 0.04. ഓക്കെ, 0.2⁻1 എന്ന് പറയുന്നത് 0.2 തന്നെയാണ്. 0.2⁻² എന്ന് പറയുന്നത് 0.04 ആണ്. Right, so you see that if it's a small number, when you increase the power, it decreases. Alright, ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ റിസൾട്ട്, അതായത് ഈ ഫേസ് ഷിഫ്റ്റ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ എനർജി and the orbital angular momentum in this particular way. This is the reason why the partial wave analysis is apt when the energy of the incident beam is small. Okay, when energy is practically 0, only the S wave phase shift is non-zero. The other phase shifts are negligible.
As the energy is increased, higher and higher partial waves come under the influence of the scattering potential. The method of partial waves is suited only for low energy scattering with a short range potential. കാരണം കൂടുതൽ പാർഷ്യൽ വേവ്സിനെ ഇത് ബാധിക്കുകയാണെങ്കിൽ കൂടുതൽ പാർഷ്യൽ വേവ്സിന് phase shift ഉണ്ടാവുകയാണെങ്കിൽ then the summation cannot be really carried out. Right? So that's the reason why we prefer low energy scattering and low range of the potential. Potential കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ റേഞ്ച് കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ ആംഗുലർ മൊമെൻ്റ് ഉള്ള പാർഷ്യൽ വേവ്സ് കൂടുതൽ ആംഗുലർ മൊമെൻ്റ് ഉള്ള പാർട്ടിക്കിൾസ് അഫക്റ്റ് ആവും. റൈറ്റ്? ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫൈനൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്കാറ്ററിംഗ് ലെങ്ത് എന്നുള്ള കോൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ സ്കാറ്ററിംഗ് ലെങ്ത്തിൻ്റെ ഡെഫിനേഷൻ ഇതാണ്. ഇതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ എന്താണെന്ന് നമ്മൾ വഴിയെ കാണും. ദ ഡെഫിനേഷൻ ഫോർ സ്കാറ്ററിംഗ് ലെങ്ത് ഇസ് ദിസ്: ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് മൈനസ് എഫ് ഓഫ് തീറ്റ. എഫ് ഓഫ് തീറ്റ നമുക്കറിയാം സ്കാറ്ററിംഗ് ആംപ്ലിറ്റ്യൂഡാണ്. ഓക്കെ, വി സോ ദാറ്റ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ തീറ്റ. The limiting value of minus f of theta when energy of the incident particles tend to 0, അതായത് low energy scattering when E tends to 0 minus f of theta എടുക്കുകയാണെങ്കിൽ that is denoted as a scattering length called A. ഇതിന് scattering length എന്ന് വിളിക്കാൻ കാരണമുണ്ട്, നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാണും. റൈറ്റ്? അടുത്ത് തന്നെ കാണും. ഓക്കെ, തൽക്കാലം ഇതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. The scattering length is limit E tends to 0 minus fk of theta. Alright, limit E tends to 0 minus fk of theta. നമുക്കറിയാം E tends to 0 ആകുമ്പോൾ പാർഷ്യൽ വേവിൽ ഏറ്റവും കുറഞ്ഞ പാർഷ്യൽ വേവ് ഏറ്റവും ലോ L equal to 0യുടെ കോൺട്രിബ്യൂഷൻ മാത്രം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാതെ ഇതാണ് നമ്മുടെ എഫ് ഓഫ് തീറ്റ. ഓക്കെ, ഇഫ് യു ടേക്ക് ഓൺലി ദ L equal to 0 കോൺട്രിബ്യൂഷൻ ഇതാണ്. ഓക്കെ, L equal to 0 കോൺട്രിബ്യൂഷൻ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ തീറ്റ equal to 0 കോൺട്രിബ്യൂഷൻ നമ്മൾ L equal to 0 കോൺട്രിബ്യൂഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ വി സീ ദാറ്റ്, കാരണം ലോ എനർജി ആണെങ്കിൽ L equal to 0 മാത്രമേ വരുള്ളൂ, നമ്മൾ കുറച്ച് മുൻപ് കണ്ടു. റൈറ്റ്? സോ വി സീ ദാറ്റ് എഫ് ഓഫ് F0, ഓക്കെ, ലോ എനർജി ലിമിറ്റ് ഇവിടെ എഴുതി കാണിക്കാം. ലിമിറ്റ് E tends to 0, ഓക്കെ, എഫ് ഓഫ് തീറ്റ മൈനസ് എഫ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് ദാറ്റ്സ് equal to മൈനസ്, this is just a definition. Right? We'll see the reason for this definition. So this is minus. Okay, then only L equal to 0 wave will contribute. So L equal to 0 means it's 1 by k. Okay, minus 1 by k e raised to I delta 0 sin delta 0 P0 of cos theta. Okay, P0 of cos theta. Okay, in P0 of cos theta 1 എന്ന് എടുക്കുകയാണെങ്കിൽ this is minus 1 by k e raised to I delta 0 sin delta 0. Okay, where did we write it? Okay, minus 1 by k e raised to I delta 0 sin delta 0. Okay, because P0 is 1. Right? അതായത് ലോ എനർജി ലിമിറ്റ് എടുക്കുന്നത് ഇറ്റ്സ് ഈക്വലൻറ്റ് ടു ടേക്കിംഗ് L equal to 0 contribution alone. Right? So A is equal to this definition minus f of theta. So you get minus 1 by k e raised to I delta 0 sin delta 0. Okay, നമുക്ക് നേരത്തെ നമുക്ക് സിഗ്മ 0 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ്സ് 4 പൈ ബൈ കെ സൈൻ സ്ക്വയർ ഡെൽറ്റ 0. അപ്പോൾ നമ്മൾ ഈ സിഗ്മ 0 എന്ന് പറയുന്നത് എസ് വേവ് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനാണ്. ഈ എസ് വേവ് സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷനും ഈ എയും തമ്മിലൊരു ബന്ധം നമ്മൾ കാണുകയാണ് അല്ലേ. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സിഗ്മ 0 ഇസ് ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ഒരു കെ ഉണ്ട്. സോ വി ക്യാൻ റൈറ്റ് 4 പൈ ഡിവൈഡ് ബൈ കെ. ഇവിടെ സൈൻ സ്ക്വയർ ഡെൽറ്റ 0 ആണ്. വാട്ട് സൈൻ സ്ക്വയർ ഡെൽറ്റ 0? സൈൻ സ്ക്വയർ ഡെൽറ്റ 0 ഇസ് മോഡുലസ് സ്ക്വയർ ഓഫ് f0 ഓഫ് തീറ്റ. ഇതിൻ്റെ മോഡുലസ് സ്ക്വയർ എടുത്ത് എന്താ കിട്ടുന്നത്? 1 ബൈ, അപ്പോൾ ഇവിടെ കെ വേണ്ട, ഓക്കെ, 4 പൈ എന്ന് മാത്രം മതി. സോ ഇതിൻ്റെ മോഡുലസ് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ എന്താ കിട്ടുന്നത്? 1 ബൈ കെ സ്ക്വയർ ഇ റേസ് ടു ഐ ഡെൽറ്റ 0യുടെ മോഡുലസ് സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. ഇ റേസ് ടു ഐ ഡെൽറ്റ 0 മൾട്ടിപ്ലൈഡ് ബൈ ഇ റേസ് ടു മൈനസ് ഐ ഡെൽറ്റ 0, ദാറ്റ്സ് 1. ആൻഡ് യു ഹാവ് ഗോട്ട് സൈൻ സ്ക്വയർ ഡെൽറ്റ 0. വെറുതെ നമുക്ക് ഇതിനെ റഫായിട്ട് എ സ്ക്വയർ എന്ന് എഴുതാം. സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ കെ സ്ക്വയർ സൈൻ സ്ക്വയർ ഡെൽറ്റ 0. സോ സിഗ്മ 0 is 4 pi modulus of f0 of theta square, or we can write sigma 0, the S wave scattering cross section can be written as 4 pi a square. Okay, the scattering sigma 0 scattering cross section or the S wave scattering cross section is 4 pi a square, where a is the scattering length. Okay, ഇനി സ്കാറ്ററിംഗ് ലെങ്ത്തിൻ്റെ ഡെഫിനേഷനിൽ മൈനസ് സൈൻ ഒക്കെ ഇടുന്നതിൻ്റെ കാരണം പോസിറ്റീവ് ക്വാണ്ടിറ്റി, ബൗണ്ട് സ്റ്റേറ്റ്സിന് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓൾറൈറ്റ്, ദാറ്റ്സ് ഓൾ. But for us it's not important in the final result because you take the modulus square and it disappears. Okay, so it's 4 pi a square. Right? ഇനി
sigma 0 is equal to 4 pi a square. Alright? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു this is equal to scattering cross section from a hard sphere of radius a. നേരത്തെ പറഞ്ഞു ഹാർഡ് സ്ഫിയർ ഓഫ് റേഡിയസ് എ ആണെങ്കിൽ അതിൻ്റെ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ക്ലാസിക്കൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ പൈ എ സ്ക്വയർ ആണെങ്കിലും ക്വാണ്ടം മെക്കാനിക്കൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 4 pi a square ആണ്. Alright? So this is equal to the scattering cross section from a hard sphere of radius a. Alright? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർ എ ഹാർഡ് സ്ഫിയർ ദ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഈസ് ഫൗണ്ട് ടു ബി സിഗ്മ ഇസ് ഇക്വൽ ടു 4 pi r0 സ്ക്വയർ. ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല വേറെയുള്ള റിസൾട്ട് ഓൾറെഡി ഉള്ള റിസൾട്ട് പറയുന്നതാണ്. ഓക്കെ, വേർ r0 ഇസ് ദ റേഡിയസ് ഓഫ് ദ ഹാർഡ് സ്ഫിയർ. ഓക്കെ, ദിസ് ഇസ് 4 times ദ ജോമെട്രിക്കൽ ക്രോസ് സെക്ഷൻ. കാരണം ജോമെട്രിക്കൽ ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ pi r0 സ്ക്വയർ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. This means that if the wave function is 0 within a radius of r0, then the radius of the actual physical sphere is at least 2r0. ഓക്കെ, ഇതിൻ്റെ മീനിങ് പൈ r0 സ്ക്വയർ എന്നുള്ളതിന് പകരം നമ്മൾ എടുക്കേണ്ടത് പൈ ഇൻറ്റു 2r0 സ്ക്വയർ ആണ്. ഓക്കെ, കാരണം ഹാർഡ് സ്ഫിയറിൻ്റെ റേഡിയസ് r0 ആണെങ്കിലും ഈ ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് കാരണം ഇതിൻ്റെ ആക്ച്വൽ ഫിസിക്കൽ സ്പേസിലുള്ള ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഏകദേശം 2r0 വരെയെങ്കിലും വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ റഫ് ആയിട്ടുള്ള മീനിങ്. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടുമായിട്ട് നമ്മൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ ഓഫ് എ ഹാർഡ് സ്ഫിയർ ഓഫ് റേഡിയസ് എ ഇതുമായിട്ട് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്കാറ്ററിംഗ് ലെങ്ത്തിന് എന്നുള്ള സ്കാറ്ററിംഗ് ലെങ്ത്തിന് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഓക്കെ, സോ വി ക്യാൻ ഇൻ്റർപ്രറ്റ് ദ സ്കാറ്ററിംഗ് ലെങ്ത് ആസ് ദ റേഡിയസ് ഓഫ് എ ഹാർഡ് സ്ഫിയർ ഈക്വിവലൻറ്റ് ടു ദ ആക്ച്വൽ ഫിസിക്കൽ സിസ്റ്റം ആസ് ഫാർ ആസ് ലോ എനർജി ഈസ് കൺസേൺഡ്. ഓൾറൈറ്റ്, അപ്പോൾ എന്താണ് നമ്മുടെ സ്കാറ്ററിംഗ് റേഡിയസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫിസിക്കൽ സിസ്റ്റം ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ സിസ്റ്റം. ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഓക്കെ, ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഓൾറൈറ്റ്, അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് ഈക്വിവലൻ്റ് ആയിട്ട് നമ്മളൊരു സ്ഫിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഇതേ എഫക്റ്റ് തരുന്ന ഒരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സ്ഫിയറിൻ്റെ റേഡിയസ് ആണ് നമ്മുടെ സ്കാറ്ററിംഗ് ലെങ്ത് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ ദ സ്കാറ്ററിംഗ് ലെങ്ത് ഈസ് ദ റേഡിയസ് ഓഫ് എ ഹാർഡ് സ്ഫിയർ which could cause the same amount of scattering as the bound system. Okay, alright, അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് ലെങ്ത് എന്ന് പറയുന്നത്. കാരണം ഇത് ലോ എനർജിയിൽ മാത്രമാണ്, കാരണം we took the limit E tends to 0. Right? So for this reason, I'll just repeat this statement. With this we can interpret the scattering length as the radius of a hard sphere equivalent to the actual physical system as far as the low energy is concerned. Okay, അത് ലോ എനർജിയിൽ നമുക്ക് സിസ്റ്റത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടൊരു സ്ഫിയർ സെയിം എഫക്റ്റ് വരുന്നൊരു സ്ഫിയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സ്ഫിയറിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ സ്കാറ്ററിംഗ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ വിത്ത് ദാറ്റ് വി ഹാവ് കംപ്ലീറ്റഡ് ദ റെലവൻറ്റ് സിലബസ്, റെലവൻറ്റ് ടോപ്പിക്സ് ഫ്രം സ്കാറ്ററിംഗ്. ഓക്കെ, ഫ്രം ക്വാണ്ടം മെക്കാനിക്കൽ സ്കാറ്ററിംഗ്. ഈ നോട്ട്സ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വായിച്ച് നോക്കുക. പ്രോബ്ലംസ് നമുക്ക് ഇതിൻ്റെ തിയറി കുറച്ചുകൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ഒരുമിച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ തിയറി നിങ്ങളിപ്പോൾ ഇതുവരെ എടുത്ത് തിയറിന് മുമ്പ് നമ്മൾ ആംഗുലർ മൊമെൻ്റ് എടുത്തു, അതിൽ കൊടുത്തിരിക്കുന്ന നോട്ട്സ് വായിച്ച് നോക്കുക. ഈ നോട്ട്സും ഒന്ന് വായിച്ച് ഇതിലത്തെ ടേംസുമായിട്ട് ഇതിലത്തെ ഡെഫിനേഷൻസായിട്ട് ഒന്ന് പരിചയിക്കുക. ആൻഡ് ദെൻ വെൻ വി ഡിസ്കസ് ദ പ്രോബ്ലംസ് ഓർ ദ സ്മോൾ പ്രോബ്ലംസ്, ഓക്കെ, വിൽ ബി ഡിസ്കസിങ് some simple problems and some simple questions, some direct questions from theory. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് വായിച്ചിട്ട് വരികയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ വിൽ വൈൻഡ് അപ്പ് ദ സെഷൻ ഫോർ നൗ. താങ്ക് യു.